ഭാഗമാണ് ഓതിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ വബ്അത്ത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, റബ്ബനാ വബ്അത്ത് ഫീഹിം, ഇനി വരാനുള്ള മക്കയിൽ വരാനിരിക്കുന്ന ജനറേഷനുകളിൽ, വരാനുള്ള തലമുറകളിൽ നീ അയച്ചു കൊടുക്കണം റസൂലൻ മിൻഹും, ഇവരിൽ നിന്നൊരു നബിയെ കൊണ്ടുവരണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മക്കയിൽ ജീവിച്ചതാണ്. പക്ഷെ ഇസ്മായിൽ നബി വന്നത് എവിടെന്നാ? ഫലസ്തീനിൽ നിന്നാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ വാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം വന്നത് എവിടെന്നാ? ഫലസ്തീനിൽ നിന്നാണ്. ഹാജർ റളിയല്ലാഹു അൻഹ വരുന്നത് ഈജിപ്തിൽ നിന്നാണ്. പഠിച്ചവനെ, ഇനി ഒരു നബിയെ മക്കയിൽ നിന്ന് നീ കൊടുക്കണം. മക്കക്കാരിൽ ജനിക്കുന്ന ഒരു നബി. ആ നബി എന്തൊക്കെ ചെയ്യണം? യത്ലു അലൈഹിം ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കൊടുക്കുന്ന ഒരു നബിയെ കൊടുക്കണം. അല്ലാഹ് എവിടെ ദ്വാരക്കാ? BC 4000 എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം 4000, BC 4000 മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ വെച്ച് ദുആ ചെയ്യാൻ, നീ കൊടുക്കണം പടച്ചോനെ, ഒരു നബിയെ നീ കൊടുക്കണം. യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ. അപ്പോ കിതാബ് നൽകപ്പെടുന്ന ഒരു നബിയാണ് വരാൻ പോകുന്നത് എന്നും അവിടെ സൂചന വന്നു. വരാൻ പോകുന്ന നബിക്ക് കിതാബ് ഉണ്ടാവും. കാരണം എല്ലാ നബിമാർക്കും കിതാബ് കിട്ടിയില്ല. 4 നബിമാർക്ക് കിതാബ് ലഭിച്ചു, ബാക്കി കുറച്ച് നബിമാർക്ക് സ്ക്രോൾസ്, സുഹഫ് ലഭിച്ചു. കിതാബ് ലഭിച്ചവർ 4 പേർ മാത്രം. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, സയ്യിദുൽ അംബിയാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർക്കല്ലേ കിതാബ് ലഭിച്ചിട്ടുള്ളൂ. പഠിപ്പിക്കുന്ന ഒരു നബി. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, തത്വജ്ഞാനവും വിജ്ഞാനവും പഠിപ്പിക്കുന്ന ഒരു നബി. വയുസക്കീഹിം, അവരുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്ക് അടിമപ്പെടാതെ അല്ലാഹുവിനെ വഴിപ്പെടുന്ന രീതിയിൽ അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു നബിയെ കൊണ്ടുവരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അന ദഅവതു അബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ ജനിക്കണമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു പോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. ആരുടെ ജന്മം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാരണങ്ങളുണ്ട്. ഇബ്രാഹിമിന്റെ ദുആ ദബ്ഹ് ചെയ്തല്ലോ, സാക്രിഫൈസ് ചെയ്തു. ഞാൻ ഇന്ന് സ്കൂളിൽ വിദ്യാർത്ഥികളുമായി അവരുടെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. നോൺ മുസ്ലിംസിന് നമ്മൾ അറബിനെ സംബന്ധിച്ച് ദബ്ഹ എന്ന് പറയുമ്പോൾ സാക്രിഫൈസ്, പടച്ചോനെ ആടിനടുത്ത് ഇറച്ചി തിന്ന് ഏർപ്പാടാണെന്ന് വിചാരിക്കും. അത് മാത്രമല്ല, അതിന് ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ, അല്ലേ, വലാകി യനാലുഹു തഖ്വ മിൻകും. അല്ലാഹുവിന് നിങ്ങളുടെ മാംസവും വേണ്ട, നിങ്ങളുടെ ചോരയും വേണ്ട. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഒരു നോൺ മുസ്ലിംസിന് കൊടുത്ത മെസ്സേജ്, സ്കൂളിൽ നമ്മുടെ വൈഡർ കമ്മ്യൂണിറ്റി, എൻ്റെ സ്കൂളിലാണ് ഒരു 70% നോൺ മുസ്ലിംസ്, കൊടുക്കുന്ന മെസ്സേജ്, you sacrifice something most valuable to you for somebody else. ഇതാണ് ഹജ്ജിന്റെ മെസ്സേജ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, നമുക്ക് ഏറ്റവും ഇഷ്ടമായത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ നൽകുന്നത്. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അള്ളാഹുവിന് നൽകാൻ തയ്യാറായ പോലെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രഷ്യസ് ടൈം, ഇതൊക്കെ പെരുന്നാളിനോടനുബന്ധിച്ച് സമയമായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചെയ്തത് ഒരു സാക്രിഫൈസാണ്, നിങ്ങൾ ചെയ്തത് ഒരു ഉദ്ഹയ്യത്താണ്. നിങ്ങളുടെ സമയം ഈ നേരത്തേക്ക്, ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ നീക്കിവെച്ചു. ഇതൊരു തദ്ഹിയ, ഇതൊരു സാക്രിഫൈസാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സർവീസ്, നമ്മുടെ ഗുഡ് നെയിം, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ ഇൻഫ്ലുവൻസ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെല്ലാം രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ, അതാണ് ഹജ്ജിന്റെ മെസ്സേജ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയ രംഗം, ഞാൻ അതിന്റെ ആമുഖം ലഭിക്കാൻ വേണ്ടി ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ ടച്ച് ചെയ്യുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു, മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ അതൊക്കെ വളരെ വിശദമായി രേഖപ്പെടുത്തി.
വാപ്പാ എൻ്റെ കയ്യും കാലും കെട്ടിട്ടിട്ട് എന്നെ ഇറക്കണ്ട, കാരണം ജനങ്ങൾ വിചാരിക്കും ഈ മകനെ നിർബന്ധിച്ച് വാപ്പ ചെയ്തതാണെന്ന്. അത് തോന്നണ്ട, ഞാൻ കിടന്നേക്കാം, നിർത്തേക്കണം വാപ്പ. അത് പറഞ്ഞ മോനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പ്രാൺ അല്ലാമ ഇഖ്ബാലൊക്കെ അങ്ങ് പാടിയതല്ലേ, ഏ ഫൈസാൻ നസർ ഥാ, ഏ ഫൈസാൻ നസർ ഥാ, യാ മക്തബ് കി കറാമത്ത് थी, सिखाया किसने इस्माइल को आदाब फर्जंदी. ये फैजान नजर था, या मकतब की करामत थी, सिखाया किसने इस्माइल को आदाब फर्जंदी. ആരാണാവോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുത്രന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ആദാബ് ഫർസന്ദി, ഒരു മകൻ ചെയ്യേണ്ട അച്ചടക്കം, ഒരു മകൻ വാപ്പയോട് കാണിക്കേണ്ട ബഹുമാനം, ഒരു മകൻ വാപ്പയോട് കാണിക്കേണ്ട വിധേയത്വം ഇങ്ങനെ ചെയ്യണമെന്ന് ഈ കുഞ്ഞിനെ പഠിപ്പിച്ചതാരാണ്? ഇത് ദിവ്യമായൊരു കടാക്ഷമായിരുന്നുവോ? യാ മക്തബ് കീ കറാമത്തി, ഇസ്മായിൽ നബി പഠിച്ച മദ്രസയുടെ മഹത്വമാണോ? നമ്മൾ മദ്രസ എന്ന് പറയുന്നതിന് ഉറുദുവിൽ മക്തബ് എന്നാ പറയാ. അവരായിട്ട് മദ്രസ എന്ന് പറഞ്ഞാൽ വലിയ അറബി കോളേജിനെ മദ്രസ എന്ന് പറയാ. മക്തബ് കൊച്ചു ബാലപാഠം പഠിക്കുന്ന മദ്രസകൾ, അതിന്റെ മഹത്വമാണോ? ആരാണ് ഈ കുഞ്ഞിനെ ഇതൊക്കെ പഠിപ്പിച്ചത്? സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് ചെയ്തില്ലല്ലോ, അറവ് സംഭവിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ ഒരുങ്ങി, കത്തിവെച്ചു. പക്ഷേ യാ ഇബ്രാഹിം, ഇബ്രാഹിം നബി, അൻ സദ്ദഖത الرؤيا ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം നബിയെ നിർത്തിയേക്കണം. അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യനോട് മറ്റൊരു കുഞ്ഞിനെയോ മനുഷ്യനെയോ ദബ്ഹ് ചെയ്യാൻ, സാക്രിഫൈസ് ചെയ്യാൻ, സമർപ്പണം ചെയ്യാൻ അള്ളാഹു പറയില്ല. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. 90 വർഷം പ്രായം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് ഈ കുഞ്ഞിനെ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നൽകുമോ? അതുപോലും നൽകാൻ നിങ്ങൾ തയ്യാറായില്ലേ? ഇബ്രാഹിം നബിയെ, വലകഹുനാ ദഅവത്തും മുസ്തജാബ, നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ നൽകുന്നു. അള്ളാഹു നൽകിയ ഗിഫ്റ്റാണ്. പറഞ്ഞോളൂ ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഞാൻ ഇതിന് സമ്മാനമായി നൽകിയിട്ടുണ്ട്. ആടിൻകുട്ടിയെ കൊടുത്തു. ഇസ്മായിൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ആടിൻകുട്ടിയെ കൊണ്ടുവന്നു. അതിനറക്കാൻ വേണ്ടി പറഞ്ഞവർ അറുത്തു. മക്കയിലെ പാവങ്ങൾക്ക് അവർ ഭക്ഷിപ്പിച്ചു, അവർ കഴിച്ചു. ചരിത്രം അങ്ങനെയാണ്. ആ ഒരു ദുആ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്രാഹിം നബി ദ്വാരനേക്കണം. എന്താ പ്രാർത്ഥിച്ചെന്നറിയോ? اللهم اغفر للمذنبين من أمة محمد صلى الله عليه وسلم. വരാൻ പോകുന്ന നബിയെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ ദുആയാണ് ഖുർആൻ ഉദ്ധരിച്ച് സൂറത്തുൽ ബഖറ. അവർക്കറിയാമായിരുന്നു, അല്ലാഹുവേ, വരാൻ പോകുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉമ്മത്തികളിൽ പാപങ്ങൾ ചെയ്തു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ധരിച്ചു പോകൂലേ? സ്വന്തം കുടുംബത്തിനും മക്കൾക്കും പ്രാർത്ഥിക്കാൻ അവിടെ പറ്റും. നേരെ ദ്വാരുന്ന എങ്ങോട്ടാ? നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക്. ആ ഒരു പ്രാർത്ഥന കേട്ടപാട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മഹത്തായൊരു പ്രാർത്ഥന. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അതിന് മറുപടിയായി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതിന് മറുപടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ ചൊല്ലൂലേ? ഒന്ന് ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോ ആ പ്രാർത്ഥന പോലും വരാൻ പോകുന്ന ഒരു ഉമ്മത്തിന് വേണ്ടി നീക്കിവെച്ച ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു അക്ബർ. നമ്മൾ അത്ഭുതം കേൾക്കുമ്പോൾ പറയുന്ന വാക്കാണ് അല്ലാഹു അക്ബർ. യാ അല്ലാഹ്, ഇങ്ങനെ പ്രാർത്ഥിക്കുകയോ? നിങ്ങൾക്ക് ചോദിച്ചാൽ ഉത്തരം. ഒരു വലിയ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ച ഒരു ബാധ്യത നിങ്ങൾ നിർവഹിച്ചു. നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിൽ കണ്ടത് നിങ്ങൾ സാക്ഷാത്കരിച്ചു. ഇബ്രാഹിം നബിയെ, നിങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിച്ചോളൂ, ഉത്തരം കിട്ടും, ഉറപ്പാണ്. ആ പ്രാർത്ഥന ഇബ്രാഹിം നബി ദുആ ചെയ്തത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഒന്നുകൂടെ പറയുന്നത്
يرغب عن ملة إبراهيم إلا من سفه نفسه. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തതുപോലെയുള്ള കാര്യം എനിക്ക് വേണ്ട എന്ന് പറയുന്നവൻ മണ്ടത്തരം ചെയ്യുന്നവനല്ലാതെ മറ്റാരാണ് അങ്ങനെ പറയുക? ഇബ്രാഹിം നബി ഒരു സമൂഹത്തെയാ നോക്കിയത്. അതാണ് ഏറ്റവും വലിയ പാട്. ഇൻഷാ അല്ലാഹ് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു സമൂഹത്തെയാ നോക്കുന്നത്. പൊതുപ്രവർത്തകന്മാർ, സംഘടന, നമ്മൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ഒരു ഇൻസ്പിറേഷനാണ്. സ്വന്തം കുടുംബം അവിടെ ഉണ്ട്, മക്കൾ അവിടെ ഉണ്ട്, ഭാര്യയുണ്ട് അവിടെ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചോദിച്ചാൽ, തനിക്ക് വേണ്ടി ചോദിച്ചാൽ അള്ളാഹു ഉറപ്പായും തരാമെന്ന് പറഞ്ഞപ്പോൾ വരാൻ പോകുന്ന ആ അന്ത്യ റസൂലിന്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന പ്രാർത്ഥന കേട്ട് അത്ഭുതപ്പെട്ടപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം 3 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത്. അത് കേട്ട മകനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമേ ഇല്ലല്ലോ, അവനാണല്ലോ സൃഷ്ടാവ്. അല്ലാഹു അക്ബർ, അവൻ വലിയവനാണ്. ഈ 2 അപ്രീസിയേഷൻ കേട്ടു നിന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടിയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവൻ തന്നെ. വലില്ലാഹിൽ ഹംദ്, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്. ഈ മറുപടിയാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നോക്കൂ, നമ്മുടെ ഈദ് നമ്മളുമായി ബന്ധിച്ചിരിക്കുക ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം ഈ ഉമ്മത്തുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇബ്രാഹിം നബിക്ക് എത്ര ആൺമക്കളാണ് ഉണ്ടായത്? 2 പേർ. ഒരാൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മറ്റേ നബിയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിന്റെ പരമ്പരയിലാണ് എല്ലാ നബിമാരും അതിനുശേഷം വന്നത്, എല്ലാവരും. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ ഒരേ ഒരു നബിയെ വന്നിട്ടുള്ളൂ. ആ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ നിന്ന്, അവരിൽ നിന്നൊരു നബിയെ നീ കൊടുക്കണം പടച്ചവനെ. ആ പ്രാർത്ഥന സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ആമിന ബീവിക്കും അബ്ദുള്ള റളിയല്ലാഹു അൻഹുമ 2 പേർക്കും ജനിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ. അല്ലാഹുവേ വബഅത്ത് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്നൊരു നബിയെ നീ കൊടുക്കണമേ. അപ്പോൾ നാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതവും തമ്മിലൊന്ന് ബന്ധിപ്പിക്കുകയാണ് ഖുർആൻ. എവിടെയൊക്കെ പറഞ്ഞോ ഇബ്രാഹിം നബിയുടെ ചരിത്രം, കുടുംബത്തെ ചേർത്ത് വെച്ചു അല്ലാഹു തആല. കുടുംബത്തെ പറയും അവിടെ. കഅബയുടെ നിർമ്മാണം അല്ലെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഏറ്റവും വലിയ അത്ഭുതം, നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാവാത്ത ചിലത് അള്ളാഹു നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഇസ്ലാം. സമർപ്പണം, അള്ളാഹുവിനെ സമർപ്പിക്കുകയാണ്. ബുദ്ധി കൊണ്ട് മനസ്സിലാവില്ല, ചിലതൊക്കെ ബുദ്ധി കൊണ്ട് മനസ്സിലാവും. നിസ്കാരത്തെ സംബന്ധിച്ച് അങ്ങനെയാ. നിസ്കാരം why should you pray? It's good. Meditation, യോഗ, അങ്ങനെയൊക്കെ ആൾക്കാർ പലരും പറയുന്നുണ്ടല്ലോ. നമ്മുടെ മാനസിക, നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് ആവശ്യമാണ്, നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റിക്ക് ആവശ്യമാണ്. ആയിക്കോട്ടെ, അപ്പൊ നിസ്കരിക്കുക, കുഴപ്പമില്ല, ഞാൻ നിസ്കരിച്ചേക്കും. നോമ്പ് കുഴപ്പമില്ലല്ലോ, നല്ല സാധനമല്ലേ. എന്തായാലും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കേണ്ട, അത് തൊടണ്ട, ഇത് തൊടണ്ട, കുറച്ച് വെയിറ്റ് കുറയില്ലായി, ഡയറ്റിന്റെ കൂടെ പോകും ചെയ്യും, ഒരു ഐ കുഡ് ലൂസ് സം പൗണ്ട്സ്. അപ്പോ നോമ്പും കുഴപ്പമില്ല. പിന്നെ സക്കാത്തോ നല്ല കാര്യമല്ലേ, നമ്മൾ ചാരിറ്റി കൊടുക്കല്ലേ, സഹായിക്കല്ലേ, അൽഹംദുലില്ലാ. അപ്പൊ ഹജ്ജോ, അതെനിക്ക് മനസ്സിലാവണില്ല. എന്താ ഇപ്പൊ അള്ളാഹു അവിടെ കടന്ന് തിരിയാൻ പറഞ്ഞത്? നിസ്കരിക്കണ പോലെ അവിടുന്ന് നിസ്കരിച്ചാൽ മതിയായിരുന്നല്ലോ. അവിടെ ചെന്ന് കഅബയെ ആന്റി ക്ലോക്ക് വൈസ് തിരിയാൻ പറഞ്ഞിരിക്കുക. എന്തുകൊണ്ട് ഞാനത് ചെയ്യും? വൈ ഷുഡ് ഐ ഡു ഇറ്റ്? സഫാ മർവന്റെ ഇടയിൽ ഓടണം. അന്നെങ്ങോ ഹാജർ ബീവി ഓടിയതിന് എന്നെ കൊണ്ട് എന്തിന് ഓടിക്കണം പടച്ചവനെ? എനിക്ക് നടക്കാനോ വയ്യ, മുട്ടുകാല് ഊരവേദന. റബ്ബേ, ഞാനത് ചെയ്യണോ? ചെയ്തേ പറ്റൂ. ഹജ്ജാണെങ്കിൽ നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യണം. എന്തിപ്പോ അറഫയിൽ പോയി താമസിക്കുന്ന? യാ അല്ലാഹ്, അവിടെ ആരും താമസിക്കുന്നില്ല. ഈ ഒരു ഹജ്ജിന്റെ സമയത്ത് 1-2 ദിവസത്തിന് വേണ്ടി മാത്രം ഒരു പ്രദേശം ഒന്നാകെ 57,000 tents, ലക്ഷക്കണക്കിന് ടെന്റുകളാ അവിടെ മിനായിൽ കിടക്കുന്നത്. എത്ര ദിവസത്തേക്ക്? 2 ദിവസത്തേക്ക് വേണ്ടി. എന്തിനിപ്പോ ഞാൻ അവിടെ പോണം? എന്തിപ്പോ മുസ്ദലിഫ? എന്തിനാണ് ഞാൻ ഈ കല്ലെറിയുന്നത്? ഒന്നും ഞാൻ പറയൽ നിർബന്ധം. ഹജ്ജിൽ ഒന്നും പറയൽ നിർബന്ധമില്ലല്ലോ. ഒന്നും മിണ്ടിയില്ലെങ്കിലും ഹജ്ജ് കിട്ടും. ഒന്നും ചൊല്ലിയില്ല, ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലിയില്ല, ദിക്ർ ചൊല്ലിയില്ല, ദുആ ചൊല്ലിയില്ല, ഹജ്ജും ഉംറയും കിട്ടും. പറയൽ ഒന്നും നിർബന്ധമില്ലാത്ത ഇബാദത്ത് ഹജ്ജും ഉംറയും ചെയ്യിപ്പിക്കുകയാണ് പടച്ചവൻ. എന്തിനാണ് ഒന്നുമില്ല, എൻ്റെ റബ്ബിനോട് പറഞ്ഞു ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ.
എന്തിനാ ഓടുന്നത്? എന്റെ റബ്ബെന്നോട് പറഞ്ഞു ഓടാൻ. ഞാൻ നടക്കുകയാണ് സഫാ മർവക്കടയിൽ. എന്തിന് ജമറാത്തിൽ കല്ലെറിയണം? എന്റെ റബ്ബെന്നോട് പറഞ്ഞു, അതുകൊണ്ട് ചെയ്യാൻ. ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്താൽ ഒരു മനുഷ്യന്റെ ഇസ്ലാം പൂർത്തിയായി. ഹജ്ജ് അവസാനത്തെ അല്ലേ? ഇസ്ലാം കർമ്മങ്ങളിൽ അവസാനത്തേത്. എന്താ? എനിക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും അള്ളാഹു പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇതാണ് ഹജ്ജ്. പലതും അള്ളാഹു റീസൺ പറഞ്ഞുതരും എന്തുകൊണ്ട് ചെയ്യണ്ട, എന്തുകൊണ്ട് മദ്യപിക്കണ്ട. അള്ളാഹു തആല പറഞ്ഞ കാരണം എന്താ അറിയോ? എന്താ? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. പിശാച് നിങ്ങളെ തമ്മിലടിപ്പിക്കാനും പരസ്പരം വൈരാഗ്യമുള്ളവരാക്കുവാനും നിങ്ങളുടെ തലച്ചോറിനെ നശിപ്പിക്കാനും പിശാചിന്റെ ഉദ്ദേശമുണ്ട്. നിങ്ങൾ നിർത്തുന്നില്ലേ? പന്നി മാംസം തിന്നരുതെന്ന് പറഞ്ഞു, പോർക്ക്. കാരണം പറഞ്ഞില്ല. എന്തേന്നറിയോ? കാരണം ഞാൻ പറഞ്ഞുതരാത്തതും ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമെന്നറിയാനാ. കാരണം മുഴുവൻ പറഞ്ഞെന്നാ കാരണത്തിനല്ല അനുസരിക്കുന്നുള്ളൂ. അള്ളാഹുവിനനുസരിച്ചോ? ഇല്ല. അതുകൊണ്ട് റബ്ബ് മനഃപൂർവ്വം അള്ളാഹുവിന്റെ ഹിക്മത്തിൽ പറഞ്ഞുതരാത്തൊരു സംഗതിയാ. എന്തുകൊണ്ട്? അവിടെ പ്രോ ആൻഡ് അഗെയിൻസ്റ്റ് പല ആർഗ്യുമെന്റ് നടക്കാം. പറ്റുമോ പറ്റൂലേ എന്നൊക്കെ. അള്ളാഹ് പറഞ്ഞു വേണ്ട, ചെയ്യരുത്. വലഹ്മൽ ഖിൻസീർ, പോർക്ക് ആൻഡ് എനി പ്രൊഡക്റ്റ് ദാറ്റ് കണ്ടെയ്ൻ പോർക്ക്. പറ്റൂല. പോർക്ക് ഫാറ്റ് അതിൻ്റെ ഒന്നും പറ്റില്ല, ഹറാം. എന്തുകൊണ്ട്? കാരണം പറഞ്ഞു തന്നിട്ടില്ല. എന്തെന്നറിയോ? അപ്പോഴേ നീ ഞാൻ പറഞ്ഞതനുസരിക്കുള്ളൂ. മുതലാളി പറഞ്ഞു തൻ്റെ എംപ്ലോയിയോട്, ദുബായിട്ട് പോയിട്ട് ആ സാധനം കൊണ്ടുപോവാ. എന്തിനാ നീ പോണത്? അത് പറഞ്ഞെന്നവൻ സമാധാനമുണ്ട്. പറഞ്ഞു തരാതെയും അവൻ പോകുന്നുണ്ടോ? അപ്പോഴവൻ ഒബീഡിയൻസ്, അനുസരണം ഉണ്ടോ എന്നറിയുള്ളൂ. തിരിഞ്ഞത് മാത്രം ചെയ്യുകയാണെങ്കിൽ ബുദ്ധിക്ക് അടിമയാണ്. അടിമ ആരുടേതാണ്? അള്ളാഹുവിൻ്റെ അടിമയാണ്. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് സബ്മിഷൻ ടു ദ വിൽ ഓഫ് അല്ലാഹ്. അതല്ല ഇസ്ലാം എന്ന വാക്കിനർത്ഥം എന്താ? സബ്മിറ്റ് യുവർസെൽഫ് ടു അല്ലാഹ്. അല്ലാഹുവിനെ സമർപ്പിക്കുക. ഞാൻ സമർപ്പിച്ചു റബ്ബേ, മക്കയിലേക്ക് നീ വരാൻ പറഞ്ഞു. എൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയാൽ പോരാ, മക്കയിലേക്ക് എന്നെ പോകണം. അല്ലേ? മക്കയിലേക്ക് എന്നെ പോകണം, കഅബയെ കാണണം, തവാഫ് ചെയ്യണം. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ആദം നബി അലൈഹിസ്സലാം തുടങ്ങി വെച്ച കഅബയാണത്. അതിനു മുമ്പേ മഹാന്മാരായ മാലാഖമാർ നിർമ്മിച്ചു വെച്ചുപോയ കഅബയാണത്. ആ കഅബയുടെ ചുമരും മേൽക്കൂരയും നഷ്ടപ്പെട്ട് അതിന്റെ അടിസ്ഥാന ഫൗണ്ടേഷൻ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പടുത്തുയർത്താൻ പറഞ്ഞത്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്. ഖവാഇദ് എന്ന് പറഞ്ഞ പില്ലേഴ്സ്. ഈ റൂമിന്റെ പില്ലറുകൾക്കാണ് ഖാഇദ, ഖവാഇദ് എന്ന് പറയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്, ആ വീടിന്റെ ചുമരുകൾ കെട്ടിപ്പൊക്കുന്ന നേരം. എന്തായതിനർത്ഥം? ഫൗണ്ടേഷൻ അവിടെ ഉണ്ട് എന്നാ. ഇബ്രാഹിം നബി അല്ല തറക്കല്ലിട്ടത് ആദം നബി അലൈഹിസ്സലാം. അതിനു മുമ്പേ മാലാഖമാർ. ഇബ്രാഹിം നബി ഉണ്ടാക്കിയതാണോ കഅബ? അല്ല. ഇബ്രാഹിം നബി പുനരുദ്ധാരണം ചെയ്തു, റീകൺസ്ട്രക്ഷൻ ചെയ്തു. ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിന് മുമ്പേ കഅബ ഉണ്ട്. അതുകൊണ്ട് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി, വീടിൽ നിന്നും അതിന്റെ ചുമരുകൾ, അതിന്റെ തൂണുകൾ ഇബ്രാഹിം നബി പൊക്കുമ്പോൾ. വഇദ് യബ്നി ഇബ്രാഹീമുൽ ബൈത്ത്, അല്ല ഇബ്രാഹിം നബി കഅബ ഉണ്ടാക്കിയപ്പോൾ എന്നല്ല, കഅബ ഫൗണ്ടേഷൻ അവിടെ ഉണ്ട്. അതിന്റെ പില്ലേഴ്സ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കെട്ടിപ്പൊക്കുകയാണ്. ഇസ്മാഈലു, വാപ്പ മാത്രമല്ല, വാപ്പയോടൊപ്പം ഒരു മകനുണ്ട്, ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. വാപ്പയും മകനും വന്നവിടെ കുടുംബ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ് ഖുർആൻ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ. ആരാ ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്തിനാ പടുത്തുയർത്തിയത്? കഅബ. പിന്നെ ഒരു പേര് കൂടെ പറയണം, ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മകനാണ്, ചെറിയ കുട്ടിയാണ് ആ പടുത്തുയർത്തുമ്പോ. അതുകൊണ്ട് ഇസ്മായിൽ നബിന്റെ പേര് ഒരൽപ്പം മാറ്റിവെച്ചു. അള്ളാഹുവിന്റെ കഅബയെ പറ്റി പറഞ്ഞു ആദ്യം ഇസ്മായിലു, പിന്നെ ഇസ്മായിൽ നബിയും. വാപ്പ, അള്ളാഹുവിന്റെ പള്ളി, പിന്നെ മകൻ. നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെയാണ്.
റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, ഇന്നക അൻതസ് സമീഉൽ അലീം പ്രാർത്ഥന കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ കർമ്മം നീ ഒന്ന് സ്വീകരിക്കണമേ. ഹജ്ജ് കഴിഞ്ഞ മാസം അൽഹംദുലില്ലാ ഹജ്ജ് ചെയ്തു, നിസ്കരിച്ചു അൽഹംദുലില്ലാ, ഇന്ന് സുന്നത്ത് നോമ്പെടുത്തു അൽഹംദുലില്ലാ, നാളെ സുന്നത്ത് നോമ്പെടുക്കാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അറഫയുടെ നോമ്പ് തുകഫിറു സനതൽ മാദിയ വസനതൽ മുഖ്ബില കഴിഞ്ഞ ഒരു വർഷവും വരാനുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുമെന്നാണ് ചില ഉലമാങ്ങൾ പറഞ്ഞത്. ചെറിയൊരു നുക്തയുണ്ട്, ഒരു ചെറിയ പോയിന്റ്, ഹദീസിന്റെ വാക്കല്ല, ഒരർത്ഥം അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു കൊല്ലത്തെ കൂടെ ആയുസ് കിട്ടുന്നു. എന്നാ പിന്നെ എന്തായാലും നോക്കാൻ തീരുമാനിച്ചിരിക്കണല്ലേ ഇൻഷാ അല്ലാഹ്. അടുത്തുള്ളത്തേക്ക് ആയുസില്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് അറഫ നോമ്പ് നഷ്ടപ്പെടുന്ന മുജറബാണെന്ന് അനുഭവത്തിലുള്ള ഒരു വിഷയമാണത്. ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ആയുസിന് വേണ്ടി നോക്കണ്ടേ, അറഫയിലെ നോമ്പിന് അള്ളാഹു ഭയങ്കര കൂലി വരും, പാപങ്ങൾ പൊറുക്കപ്പെടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എപ്പോൾ മരിച്ചാലും ജീവിച്ചാലും എന്താ അള്ളാഹു പുറത്ത് നിന്ന് പൊരുത്തപ്പെട്ട് കൊണ്ടുപോയി എല്ലാവരും പോകണ്ടേ, എന്തായാലും പോകണം. ഇപ്പം നമ്മളോട് അനുസ്മരിച്ച മുസ്തഫ സാഹിബ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഫോർ വെൽ ബീയിങ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് അറ്റാക്കിൻ്റെ വിഷയം വന്ന് മരിച്ചു പോയ ആളാണ്. പോകൂലേ, എല്ലാവരും പോകും. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മളൊക്കെ പോവും, എല്ലാവരും പോവും. പക്ഷേ പോകുന്ന നേരത്ത് നല്ല നിലക്ക് പോകണം, അത്രയേ ഉള്ളൂ. തെറ്റൊന്നും ചെയ്യാത്തൊരവസ്ഥയിൽ പോകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അറഫയുടെ നോമ്പ് അങ്ങനെയാണ്. കഴിഞ്ഞ വർഷത്തെയും വരാനുള്ളൊരു വർഷത്തെയും പൊറുപ്പിക്കുകയാണ്. ربنا تقبل منا إنك أنت السميع العليم അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. നോമ്പ് നോച്ചു കഴിഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലല്ല റബ്ബേ നീ സ്വീകരിക്കണം അല്ലാഹ്. നമ്മൾ ചാരിറ്റി പ്രവർത്തനം ചെയ്തു, അല്ലാഹുവേ നീ സ്വീകരിക്കണം പടച്ചോനെ. റമളാൻ നോമ്പ് നോറ്റു, റബ്ബേ നീ ഇത് കബൂലാക്കണേ പടച്ചോനെ. നമ്മൾ സ്വതക്ക് ചെയ്തു, നാളെ ഉദ്ഹിയത്ത് ചെയ്യുന്നു, മറ്റന്നാൾ ഉദ്ഹിയത്ത് ചെയ്യുന്നു, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. നമ്മൾ ദാനം ചെയ്യുന്നു, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ട്, കൊടുത്തു അൽഹംദുലില്ലാഹ് ഞാൻ ചെയ്തല്ലോ, അല്ലല്ല. അള്ളാഹുവിന്റെ കഅബാലയം പടുത്തുയർത്തിയാൽ അത് അള്ളാഹുവിന്റെ കമാൻഡാണ്. ഇബ്രാഹിം നബിയെ നിങ്ങൾ ചെയ്യണം, അള്ളാഹിന്റെ ഭവനമാണ്. റബ്ബ് എനിക്ക് എന്റെ വീടെന്ന് അള്ളാഹു പറഞ്ഞതാ കഅബ. ഭൂമിയിലുള്ള മറ്റു മസ്ജിദുകളെല്ലാം അള്ളാഹിന്റെ വീടാ, അത് നമ്മൾ പറഞ്ഞതാണ്, അത് അള്ളാഹിന്റെ വീടാ. പക്ഷെ അള്ളാഹു എന്റെ വീടാണെന്ന് പറഞ്ഞതാണ് കഅബ. അതാണ് വ്യത്യാസം. അള്ളാഹു എന്റെ വീട്, ബൈത്തിയ എന്റെ വീടാണ്, മറ്റേതൊക്കെ അള്ളാഹിന്റെ വീടാണ് നമ്മൾ പറഞ്ഞു. അള്ളാഹു ഫസ്റ്റ് പേഴ്സണിൽ പറഞ്ഞതാ എന്റെ വീട്. ആ വീടുണ്ടാക്കി ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന എന്താ അവസാനം? ഓ മോനെ എങ്ങനെയുണ്ട്, രസമുണ്ടല്ലോ അല്ലേ, ഭംഗിയുണ്ടല്ലോ. ഇതല്ല ഇബ്രാഹിം നബി പറയുന്നത്, അല്ലാഹു നീ സ്വീകരിക്ക റബ്ബേ, ഇത് ഞങ്ങളുടെ അധ്വാനമാണ്, നീ കബൂലാക്കണം, ഇത് സ്വീകരിക്കാൻ കനിവുണ്ടാകണേ പടച്ചോനെ. ഇത് പ്രാർത്ഥിച്ചു പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വലിയൊരു കർമ്മം ചെയ്ത് മിണ്ടാതിരിക്കല്ലേ, ആശ്വസിച്ചിരിക്കല്ലേ. സ്വീകാര്യത ഭയങ്കര വിഷയമാണ്. അത് വാപ്പയും മകനും കൂടി ചെയ്യുകയാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, അല്ലാഹുവേ ഞങ്ങൾ രണ്ടുപേരെയും നിനക്ക് വഴിപ്പെടുന്നവരാക്കണമേ. ഇസ്ലാം നിനക്ക് സബ്മിറ്റ് ചെയ്യുക. ഞങ്ങളുടെ ശരീരത്തിന് ഇഷ്ടങ്ങളുണ്ട് ഒരുപാട്, പക്ഷെ അത് നിനക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നവരാക്കണം. 90 വയസ്സ് ഉദ്ദേശം, 86 എന്ന് പറയും. 90-നോടടുത്ത പ്രായത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞിനെ തരണേ എന്ന് ചോദിക്കുന്നത്. അത്രയും വർഷം കാത്തിരുന്നു, എന്ന് ഉറപ്പിച്ചു. അല്ലാഹു തആല കൊടുത്തു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ. എന്തായിരിക്കും സന്തോഷം. കല്യാണം കഴിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടാവുക, കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനത്തെ ഒരു കുഞ്ഞെന്നെ വേണ്ടെന്ന് അവരെ പറ്റില്ല നമ്മൾ ഈ പറയുന്നത്. കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ ഒരു 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടായത്. എന്തായിരിക്കും അവരുടെ സന്തോഷം. ആ കുഞ്ഞിനങ്ങൾ ഉളുഹിയത്തിന് തരുമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ മറുപടി? തമാശക്ക് ചോദിക്കുക, ഉളുഹിയത്ത് അറക്കാൻ കുഞ്ഞിനെ തരുമെന്ന് ചോദിച്ചാൽ ഈ ഉമ്മയും ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇബ്രാഹിം നബിയെ കുറിച്ച് മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സിറ്റുവേഷൻ അതാണ്. ആ കുഞ്ഞിനെ റബ്ബ് ചോദിച്ചത് എനിക്ക് വേണമെന്ന്. വാപ്പയോടൊപ്പം ഓടിച്ചാടി നടക്കാൻ പ്രായമായപ്പോൾ മുഫസ്സിരിങ്ങൾ പറയും 13 years, ചിലർ പറഞ്ഞു 10 years, അത്രേ ആയിട്ടുള്ളൂ. നടക്കാനും സഹായിക്കാനൊക്കെ പ്രായമായപ്പോൾ ഖാല യാ ബുനയ്യ
ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഓ കുഞ്ഞുമോനെ, ഇന്നി അറാ ഫിൽ മനാം, എന്റെ സ്വപ്നത്തിൽ ഞാൻ കാണുന്നുണ്ട്, അന്നി അദ്ബഹുക, ഞാൻ നിങ്ങളെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ കാണുന്നു. സ്വപ്നദർശനം പ്രവാചകന്മാരുടെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, ഖൽബ് ഉറങ്ങുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നമാ തനാമു ഐനായ വലാ യനാമു ഖൽബി വകദാലികൽ അംബിയാ. പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ്, ഖൽബ് ഉറങ്ങൂല. സ്വപ്നദർശനം ദിവ്യ വെളിപാടുകളാണ്. 3 ദിവസം സ്വപ്നദർശനം ഉണ്ടായതാ. ഇത് വഹ്യാണെന്ന് ഉറപ്പിച്ചു. മോനെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫൻദുർ, മോൻ അഭിപ്രായം പറയണം. മാദാ തറാ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു മോനെ ഇതിനെക്കുറിച്ച്? എന്താ ഖുർആൻ പഠിപ്പിക്കുന്നറിയോ? സ്വന്തം മക്കളോട് വാപ്പമാർ മുഷാവറ ചെയ്യണം. അള്ളാഹ് പറഞ്ഞ വിഷയമാണ്. വാപ്പാക്ക് വാപ്പാന്റെ ഇഷ്ടപ്രകാരം ചെയ്യാം. വാപ്പയുടെ വീട് വെക്കലോ ബിസിനസ്സോ കാര്യങ്ങളോ എന്തോ ആവട്ടെ, മക്കളോടൊന്ന് കൂടിയാലോചന ചെയ്യണം. അൽ മശ്വറ വ അംറുഹും ശൂറാ ബൈനഹും. ഒരു മസ്അല ഇതാണ്. അല്ലെങ്കിൽ ഇബ്രാഹിം നബിക്ക് പിടിച്ചു കൊണ്ടേ പോരെ? വീട്ടിൽ മോൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ചെയ്താൽ പോരെ? മോൻ എന്തെങ്കിലും നിർബന്ധിപ്പിച്ച് ബലാത്കാരമായി ചെയ്തു കൊടുത്ത് അള്ളാന്റെ പണി ഞാൻ ഒരു നിലക്ക് വിട്ടു തരൂല. അല്ല, യാ ബുനയ്യ, സ്നേഹത്തോടെ ചോദിക്കുക, കുഞ്ഞുമോനെ, ഇന്നി അറാ ഫിൽ മനാം, വാപ്പക്ക് സ്വപ്നദർശനമുണ്ട് മോനെ. മോനറിയാം വാപ്പയുടെ സ്വപ്നദർശനം വഹ്യാണ്. അല്ലാഹു വിളിച്ചു പറയുന്നുണ്ട്, അന്നി അദ്ബഹുക, ഞാൻ നിങ്ങളെ അറുക്കുകയാണ്, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുകയാണ്. ഫൻദുർ, മോനെന്ന അഭിപ്രായം പറയ്. മാദാ തറാ, മോന്റെ അഭിപ്രായം എന്താണെന്ന് വാപ്പയോട് പറഞ്ഞേക്കണം. ഇങ്ങനെ ചോദിച്ച ഒരു വാപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കൂടിയാലോചന ചെയ്യണം. അംറുഹും ശൂറാ ബൈനഹും. മക്കൾ വിളിക്കേണ്ട വാക്കതാണ്. മക്കളെ പോലും എന്ന അതല്ല ഭാര്യമാര് ഭർത്താക്കന്മാരെ എടാ പോടാന്ന് വിളിക്കണ കാലാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. നബി എന്താ നമ്മളീ പറയാൻ? അങ്ങനെ വിളിച്ചാലേ ഒരൽപ്പം മോഡേണും മോസ്റ്റ് മോഡേണായിട്ട് ജീവിക്കുന്നുള്ളൂ എന്ന് അവർക്ക് തോന്നുന്നു. എല്ലാവർക്കും തോന്നിയാലല്ലേ ഇപ്പം അതുകൊണ്ട് കാര്യമുള്ളൂ. അത് ബഹുമാനമില്ലാത്ത പ്രയോഗമാണ്. നമ്മൾ ചെയ്യരുത്. നമ്മൾ മലയാളികളൊന്നും ചെയ്യണ്ട. അതൊക്കെ സിനിമക്കാർ കൊണ്ടുവന്ന ഏർപ്പാടുകളാണ്. യാ ബുനയ്യ, കുഞ്ഞുമോനെ. ഇബ്നി എന്ന് പറഞ്ഞാൽ എൻ്റെ മകനേന്നാ, അതിൻ്റെ ഒരു വാത്സല്യ പ്രയോഗമാണ് ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വാത്സല്യത്തോടെ വേണം അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ. ആര് പഠിപ്പിക്കുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്നേഹിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. പക്ഷെ മകൻ ഒരൊറ്റ വാക്കാണ്. എന്തു പറഞ്ഞു? യാ അബതി ഫഅൽ മാ തുഅമർ, വേണ്ടത് ചെയ്തോളൂ വാപ്പാ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, നിങ്ങളോട് എന്താണോ അള്ളാഹു കൽപ്പിക്കുന്നത് ചെയ്തോളൂ വാപ്പാ, ഞാനത് ക്ഷമിച്ചോളാം. ഇങ്ങനെ പറഞ്ഞ മോനെ കിട്ടിയതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാഗ്യം. അതാണ് ഭയങ്കരം. അപ്പാക്ക് ഇഷ്ടം അതാണ്, മക്കൾക്കും ഇഷ്ടം അതാണ്. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നൊരു കുടുംബം അള്ളാഹു നമ്മുടെ മക്കളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. കൂടുതൽ ഒരാൾ ഇന്ന് സ്കൂളിൽ നിന്ന് വരുന്ന, സ്കൂൾ വർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടുകാരൊന്നുമല്ല, ദുആ ചെയ്യണം, മോന് 24 വയസ്സായി, നല്ല മോനാ, പക്ഷെ നിസ്കരിക്കണില്ല, നിസ്കരിക്കാൻ വേണ്ടി ഹിദായത്തിന് ദ്വാരക്കണം. സുബ്ഹാനല്ലാഹ്. മോനിപ്പോൾ അങ്ങ് ഓസ്ട്രേലിയയിൽ അങ്ങ് പഠിക്കാൻ വേണ്ടി പോവാ, നിസ്കാരം ഇപ്പോഴേ ഇല്ല, 24 വയസ്സായി, ജുമാക്ക് പോകുമെന്ന് പറഞ്ഞു. മോൻ നിസ്കരിക്കാൻ വേണ്ടി ദ്വാരക്കണമെന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ കുട്ടിക്കും അങ്ങനെ എല്ലാ ചെറുപ്പക്കാർക്കും വിശേഷിച്ച് എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. അവൻ്റെ അള്ളാഹ് പറഞ്ഞു, ഒരു 5 വക്ത് നിസ്കാരം എത്രയേ ഉള്ളൂ, 5-6 മിനിറ്റ് ഇത്രയല്ലേ വേണ്ടിയിട്ടുള്ളൂ. അത് അള്ളാഹ്ക്ക് വേണ്ടി 24 മണിക്കൂറിന് ഒരു 25 മിനിറ്റ് റബ്ബ് ചോദിച്ചിട്ടുള്ളൂ. അത് ഞാൻ തരൂല എന്ന് പറഞ്ഞ് എന്താ നമ്മൾ അള്ളാഹിനോട് പറയാം നാളെ ചെന്നിട്ട്? എനിക്കത് ചെയ്യാൻ പറ്റാത്ത സംഗതി ഞാൻ പറയാൻ പറ്റുമോ? യാ അബതി ഫഅൽ മാ തുഅമർ, വാപ്പയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് എന്താണോ വാപ്പ അള്ളാഹു നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങളത് ചെയ്തേക്കണം. എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. അള്ളാഹിന്റെ ഓർഡർ അള്ളാഹ്ക്ക് ഇഷ്ടം, അതല്ലേ, ആയിക്കോട്ടെ.
പരിശുദ്ധമായ കഅബാലയം കാണുമ്പോൾ വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഈൽ, അല്ലാഹുവേ ഈ ഭവനം നിന്റെ ഭവനമാണ്. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅദീമ, ഈ ഭവനത്തിന് നീ ബഹുമാനവും ആദരവും വർദ്ധിപ്പിക്കണേ എന്ന് കഅബയെ കാണുമ്പോൾ ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. കഅബാലയം നോക്കി നിൽക്കൽ പുണ്യമുള്ള കാര്യമാണ്. ഉംറയ്ക്ക് ചെന്നു, മക്കയിലേക്ക് ചെന്നു, ഖുർആൻ ഓതാൻ ആഫിയത്തൊന്നുമില്ല, ടയർഡായിട്ടിരിക്കുകയാണ്. ആ കഅബ കാണുന്നിടത്ത് പോയി ഇങ്ങനെ ഇരിക്കുക. ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ റൂഫ് ടോപ്പിലോ താഴത്തോ അങ്ങനെ നോക്കിയിരിക്കുക. കഅബയെ നോക്കി നിൽക്കൽ പുണ്യമാണ്, അതിന് കൂലി കിട്ടും. കഅബയെ നോക്കി നിൽക്കൽ ഇബാദത്താണ്. കഅബയെ കണ്ടിരിക്കുക. ആ കഅബയെ കാണുമ്പോൾ ഓർക്കാൻ അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞത് ഈ ഭവനം ഉണ്ടാക്കിയത് ഒരു വാപ്പയും ഒരു മകനുമാണ്. വാപ്പ ഭയങ്കര ഉഷാറാണ്. വാപ്പ ഇഷ്ടം പോലെ പള്ളി മദ്രസൊക്കെ ഉണ്ടാക്കുന്ന ആളാ. മകൻ ആ വഴിക്കേയില്ല. മകൻ കള്ളുഷാപ്പും സിനിമാ തിയേറ്ററൊക്കെ മകന്റെ കയ്യിലുള്ളത്. ഇതല്ല പെരുന്നാളിന്റെ സന്ദേശം. ഈ ഭവനമുണ്ടാക്കിയത് അന്നൊരിക്കൽ ഒരു വാപ്പയും ഒരു മകനുമാണെന്ന് വിളിച്ചു പറയുന്നു അല്ലാഹു തആല. കഅബയെ നോക്കിക്കാണുമ്പോൾ അല്ലാഹുവിനെ വഴിപ്പെട്ട ഒരു വാപ്പയെയും വാപ്പയെ വഴിപ്പെട്ട ഒരു മകനെയും ഓർമ്മിപ്പിക്കുകയാണ് ഖുർആൻ. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഈൽ. അത് കഴിഞ്ഞാൽ തൊട്ടരികത്ത് അല്ലേ തവാഫ് 7 റൗണ്ട് കഴിഞ്ഞാൽ, 7 റൗണ്ട് തവാഫ് കഴിഞ്ഞ് മക്കയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമിന്റെ പിറകിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. എന്താ മഖാം ഇബ്രാഹിം? ഖുർആൻ ഉപയോഗിച്ച വാക്കല്ലത്. എന്താ മഖാം ഇബ്രാഹിം? ഹജർ, ഒരു കല്ലാണ്. ആ കല്ലിൽ എന്താ ഉള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഫുട് പ്രിന്റുകളുള്ള കല്ല്, ഇബ്രാഹിം നബിയുടെ കാൽ പതിഞ്ഞിട്ടുള്ള കല്ല്. ഏതെങ്കിലും പാറയിൽ കയറുന്ന കാല് പതിയാറുണ്ടോ പാറയിൽ മനുഷ്യരുടേത്? ഇല്ല. ചരിത്രത്തിൽ അത് സംഭവിച്ചു, അത് സംഭവിക്കാം. നമ്മളുള്ളതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയരുത്. നമുക്കറിയില്ലല്ലോ, നിഷേധിക്കണ്ട. ഇപ്പൊ ആദം പീക്കിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപ്പാടുണ്ടെന്ന് ആവാതിരിക്കാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാൻഡ് ചെയ്തതിന്റെ ഞാൻ ഇന്നൊരു കിതാബിൽ വായിച്ചു. അത് അല്ലാമ ഹമദാനി റഹ്മഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കാൻ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വജാഅ യംശി മിനൽ ഹിന്ദ്, ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആദം നബി അലൈഹി സ്വലാം വന്നു. അങ്ങനെ ആദം നബി അലൈഹി ഇന്ത്യയിൽ നിന്ന് വന്നു. നമുക്ക് സിലോൺ, ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമാണ്. ആദം നബി അലൈഹി സ്വലാം ലാൻഡ് ചെയ്തത് ഇന്നത്തെ ശ്രീലങ്ക, which was part of India long back ആയിരിക്കാം. ഇന്ത്യയിലെ ആ കാൽപ്പാടുകൾ ആദം നബിയുടെ ആയിരിക്കാം. നമുക്കറിയില്ല, നിഷേധിക്കേണ്ട, അത്രേ ഉള്ളൂ. നിഷേധിക്കണമെങ്കിൽ ഒരുപാട് വിവരം വേണം. ഒരു കാര്യം ഹറാമാണ്, ഷിർക്ക, കുഫ്ര എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിവരം വേണം. ഒറ്റടിക്ക് ഒരഭിപ്രായം കിട്ടി പറയാൻ പാടില്ല. അതാണ് വിഷയം. ആയിരിക്കാം. ഇബ്രാഹിം നബിയുടെ കാൽ പതിഞ്ഞില്ലേ? അത് ഖുർആൻ പറഞ്ഞില്ലേ? മഖാം ഇബ്രാഹിം, അതിന്റെ പിറകെ പോയി നിസ്കരിക്കണമെന്ന്. അപ്പൊ പോസിബിലിറ്റി ഉണ്ട്, സാധ്യതയുണ്ട്. നിഷേധിക്കേണ്ട. നിഷേധിക്കാൻ എളുപ്പമാണ്. എത്ര പെട്ടെന്ന് നിഷേധിക്കാൻ? ഇല്ല, കഴിഞ്ഞു. അല്ലല്ല, ഉണ്ടായിക്കൂടെ? ആവാം. ആദം പീക്ക് അതായിരിക്കാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കാൽപ്പാടുകൾ നമ്മൾ സലാലയിൽ ചെന്നാൽ കാണാൻ പറ്റും. അവിടെ അയ്യൂബ് നബിയുടേതെന്ന് കാണുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കാൽപ്പാടം തോന്നിപ്പിക്കുന്ന ഒരു ഭാഗം, ഒരു ചെറിയ കുഴിയാക്കിയതിന്റെ അകത്താണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മഖാമുള്ള സ്ഥലത്ത്, ജബൽ അയ്യൂബിൽ, ഇന്നത്തെ സലാലയിൽ. ചില ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. പോയോ? സലാലൊക്കെ പുറപ്പെട്ടു. മാഷാ അല്ലാഹ്, യാത്രക്ക് അല്ലാഹ് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ ആവാം, നമുക്കറിയില്ല. ചില പറയും എനിക്കത് തോന്നുന്നില്ല, ആയിക്കോട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പടുത്തുയർത്താൻ വേണ്ടി നിന്ന കല്ല്, കഅബയുടെ ചുമരുകൾ പൊങ്ങി വരുമ്പോൾ മേലോട്ടുയരാൻ ഇതേ കല്ല് ഇബ്രാഹിം നബി ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു എന്നാണ് ചരിത്രം. മേലെ വെച്ചാൽ താഴെ ഇറങ്ങാൻ ആ കല്ല് ഇങ്ങോട്ട് ശൃംഗയും, അങ്ങോട്ട് ചുരുങ്ങും. ഇബ്രാഹിം നബി താഴെ ഇറങ്ങും. ആ വിശുദ്ധമായ കാൽപ്പാടുകൾ ഖനമുള്ള നബിയായത് കൊണ്ടല്ല, പക്ഷേ ഈമാനിന്റെ ഖനമുള്ള നബിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിന് വേണ്ടി നടന്ന കാലാണിത്. ഒരിക്കൽ ഇറാഖിലെ ഊറിൽ ജനിച്ച മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അറേബ്യയുടെ നോർത്തിൽ, അവിടെ നിന്ന് സൗത്തിലേക്ക് വന്ന് സൗത്ത് വെസ്റ്റിലേക്ക്, ഈജിപ്തിൽ നിന്ന് വളരുകയും പിന്നെ യൗവനകാലം ചെലവഴിക്കാൻ ഫലസ്തീനിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും മക്കയിൽ ഉപേക്ഷിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ഫലസ്തീനിൽ നിന്ന് ഇന്നത്തെ ജോർഡാനും കടന്ന് സൗദി അറേബ്യയിലൂടെ അങ്ങ് മക്ക വരെ നടന്ന നബിയല്ലേ
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപേക്ഷിച്ചു പോയില്ലേ? ഉപേക്ഷിച്ചു പോയി. ഹാജർ ബീവി ചോദിച്ചില്ലേ, പോവാണോ? പോവാണ്. ഞങ്ങളെ വിട്ട് പോവാണോ? അതെ. ഇത് അള്ളാന്റെ തീരുമാനമാണോ? അതെ, അള്ളാന്റെ തീരുമാനം. അള്ളാഹു ഞങ്ങളെ ഒരിക്കലും പ്രയാസത്തിലാക്കില്ലല്ലോ എന്ന മറുപടി പറഞ്ഞ ഭാര്യയാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. അള്ളാന്റെ തീരുമാനമാണോ? ആയിക്കോട്ടെ. അള്ളാഹ്ക്ക് വേണ്ടിയാണോ? എന്നാ ഞങ്ങളുടെ കാര്യം അള്ളാഹു നോക്കിക്കോളുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാ സൗകര്യമുള്ള വീട്ടിൽ നമ്മളെ ഭാര്യയും കുട്ടികളിട്ട് പോകാൻ വയ്യ, പേടിയാണ്. അവർക്ക് പേടി, നമുക്ക് പേടി അല്ലേ? ഒന്ന് ഹജ്ജിന് ഉംറക്ക് പോവാണ്, ഒരു ദീനിയായൊരു ദഅവത്തിന് പോവാണ്, ഒരു നല്ല കാര്യത്തിന് പോവാണ്. ധൈര്യമില്ല, പെണ്ണുങ്ങൾക്കും ധൈര്യമില്ല, ആണുങ്ങൾക്കും ധൈര്യമില്ല. ഒന്ന് ഇബ്രാഹിം നബിയുടെ ചരിത്രം കിടക്കുന്നത് ഇത് പെരുന്നാളിനോടനുബന്ധിച്ച് ചിന്തിപ്പിക്കുകയാണ് അല്ലാഹു തആല അല്ലേ? സന്തോഷിക്കാൻ പറഞ്ഞ ദിവസമാണ് പെരുന്നാൾ. നോമ്പ് നോൽക്കൽ ഹറാമാണ്. നോമ്പ് നോൽക്കൽ ഹറാമാണ്. പെരുന്നാളിൻ്റെ അന്ന് ഈ പെരുന്നാൾ അതിൻ്റെ 3 അയ്യാമു തശ്രീഖ്, നോമ്പ് നോൽക്കൽ ഹറാം. എങ്ങനെയുണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനം? ഭക്ഷണം കഴിച്ചേക്കണം. അന്നിങ്ങനെ ഉണങ്ങി നടക്കണ്ട. എന്ത് ചെയ്യുക? ഒന്ന് ഭക്ഷണം കഴിച്ച് ചിരിച്ച് സന്തോഷിച്ചോ. എന്തേ? നമ്മുടെ മെൻ്റൽ ബാലൻസ് ആവശ്യമാണ്. മെൻ്റൽ ബാലൻസ് ആവശ്യമാണ്. അതുകൊണ്ട് ഖൗഫും റജാവും വേണം, പേടിയും വേണം, അള്ളാഹുൽ പ്രതീക്ഷ വേണം. മുഴുവൻ പേടിച്ച് നടന്ന മനുഷ്യൻ മനസ്സ് തെറ്റിപ്പോവും, പിന്നെ ഇബാദത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. അത് വേണ്ട. ഭയങ്കര പ്രതീക്ഷ, കള്ളുടിച്ച് നടക്കുക. അല്ലാഹു ഗഫൂറുർ റഹീം അല്ലേ? അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ല ഖുർആന്റെ തുടക്കം. എൻ്റെ റബ്ബ് പുറത്തരും. അതും വേണ്ട. രണ്ടിൻ്റെ ഇടക്ക് ഞാൻ തെറ്റ് തന്നെ പിടിക്കും, പക്ഷെ അവൻ കാരുണ്യവാനുമാണ്. ഞാൻ മാപ്പ് ചോദിച്ചാൽ അവൻ പുറത്തു തരും. രണ്ടിൻ്റെയും ഇടയിലാണ് എന്റെ റബ്ബ്. എങ്കിൽ പിന്നെ കഷ്ടപ്പെടുത്തൂല. തിരിച്ചു നടന്ന ഫലസ്തീനിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിന്നെ വന്നു കുഞ്ഞിനറക്കാൻ അള്ളാഹുവിന്റെ തീരുമാനം വന്നപ്പോ തിരിച്ചുപോയി. പിന്നെ വന്നു കഅബാലയം പടുത്തുയർത്താൻ തിരിച്ചുപോയി. പിന്നെ വന്നു ഇസ്മായിൽ നബിയെ കാണാൻ. യാ അല്ലാഹ്, അങ്ങനെ അള്ളാഹുവിന് വേണ്ടി നടന്ന കാലിനെ, ആ കാലിന്റെ പ്രിന്റ് അള്ളാഹു ആ പാറയിൽ പിടിച്ചു വെച്ചതാ മഖാം ഇബ്രാഹിം. നിങ്ങളുടെ തവാഫ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. ആ മത്താഫ് നിസ്കരിച്ചാൽ പോരെ, മതി. പക്ഷേ മഹാനായൊരു പ്രവാചകന്റെ തിരുപാദമുദ്രകൾ പതിഞ്ഞിരിക്കുന്ന വിശുദ്ധമായൊരു കല്ലവിടെയുണ്ട്. ആ കല്ലിനെയല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ കല്ലിനോടല്ല നിങ്ങൾ ചോദിക്കുന്നത്, ആ കല്ലിനല്ല നിങ്ങൾ നിസ്കരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള സ്മാരകമാണ്. ഈ ചരിത്രം നിങ്ങളൊന്ന് ഓർക്കണേ. എത്ര കാൽപ്പാട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ നടന്നിട്ടുണ്ട്. നമ്മൾ നടന്നിങ്ങനെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ അല്ലേ, നല്ല ഓട്ടം ഓടിക്കണം. അള്ളാഹുവിന് വേണ്ടി നടന്നിട്ടുണ്ടോ? ദീനിന് വേണ്ടി നടന്നിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പുണ്യം കിട്ടാൻ എന്ത് ത്യാഗം നമ്മൾ ചെയ്തു. ഇത് മക്കയിൽ ചെല്ലുന്ന മനുഷ്യൻ ഓർക്കണേ. കാരണം കാബയിൽ നടത്തമാണ്. കാബിന്റെ ചുറ്റും നടക്കണം. ഒരു തവാഫ് കഴിയുമ്പോഴേക്ക് ഊരവേദന ഇറങ്ങുന്നു. ഇനി സഅയും കൂടെ കഴിഞ്ഞാലോ, യാ അല്ലാഹ് പറ്റുന്നില്ല. മസിലൊക്കെ കയറിയിട്ട് അല്ലേ. എൻ്റെ കാര്യം ഞാനീ പറയണതേ. സുബ്ഹാനല്ലാഹ്, ഒറ്റ റൗണ്ടിലും പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കും 1 മണിക്കൂർ കൊണ്ട് തീരുന്നു. 2-2.5 മണിക്കൂറൊക്കെ കഴിയും സഅയും കൂടെ ഒക്കെ തീർന്ന് വരുമ്പോഴേക്ക്. സുബ്ഹാനല്ലാഹ്, നടത്തമാണ്. ഹജ്ജിന് വരുമ്പോൾ ഇനിയും നടക്കണം. അറഫയിലേക്ക്, മിനയിലേക്ക്, മുസ്ദലിഫയിലേക്ക്, വീണ്ടും മിനയിലേക്ക്, പിന്നെ മക്കത്തേക്ക്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പടച്ചവനെ ഞാൻ നടന്ന് തളർന്നല്ലോ എന്ന് ചിന്തിക്കല്ല. ഹജ്ജിന് വന്ന ഹാജി, നീ ഒന്ന് നോക്ക് മഖാം ഇബ്രാഹിമിലേക്ക്. 1000കണക്കിന് 10000കണക്കിന് കിലോമീറ്ററുകൾ അള്ളാഹുവിന് വേണ്ടി നടന്ന ഒരു കാലിന്റെ മുദ്ര ഇതിനകത്തുണ്ട്. നീ എനിക്ക് വേണ്ടി നടക്കാൻ വന്ന ഇടമാണിവിടെ. നടന്ന് തളരല്ല. ഒന്ന് ഓർത്തേക്കണം, നീയൊന്നും നടന്നത് ഒന്നുമല്ല. നിന്നെക്കാൾ 1000 കിലോമീറ്ററുകൾ എനിക്ക് വേണ്ടി നടന്ന ഒരു പുണ്യപ്രവാചകന്റെ കാലിന്റെ മുദ്ര ഞാൻ പിടിച്ചു വെച്ച കല്ലുണ്ട് അവിടെ. അവിടെ പോയി ഒന്ന് നിസ്കരിക്ക്. ഇൻസ്പിറേഷൻ തരാ. തളരല്ലേ കാലേ, നീയൊന്നും നടന്നിട്ടില്ലേ? നടന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കാണ്, നീ നടന്ന് തളരല്ല, വിഷമിക്കല്ല. ഇതിനേക്കാളൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റും. ഒരു ഹൈ ടാർഗറ്റ് എന്നൊക്കെ പറയില്ലേ ബിസിനസ്സിൽ, ടാർഗറ്റ് കൂട്ടി കൊടുക്കുക, തളരണ്ട. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതമല്ലേ. 90-100 വയസ്സുള്ള ആൾക്കാരൊക്കെ ഹജ്ജിന് വിടും. നമ്മൾ വിചാരിക്കും റബ്ബേ ഇവർക്ക് ഇത് കഴിയുമെന്ന്. ഇവർ പറയില്ല, വല്യമ്മ ഒരിക്കലും ചിന്തിച്ചില്ല ഉമ്മാക്കത് കഴിയും. വല്യമ്മക്ക് ഉമ്മ അത് ഒറ്റക്കണ്ട് ചെയ്തു, ഒരു വീൽ ചെയറും വേണ്ടി വന്നില്ല. എത്ര ഉദാഹരണങ്ങൾ. അള്ളാഹു കൊടുക്കുന്നൊരു തൗഫീഖാണ്.
ഹജ്ജിനെ അങ്ങോട്ട് ഉൾക്കൊള്ളുമ്പോൾ വരുന്നൊരു ഉന്മേഷമാണ്. ഹജ്ജ് കഴിഞ്ഞപ്പോൾ ബെഡിലായിരിക്കും. ഹജ്ജിന് പോയിട്ട് ഉമ്മാക്കൊരു കുഴപ്പമുണ്ടായി. എത്ര അനുഭവങ്ങൾ! അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം ഒരുപാട് തവണ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ല്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. ഇരിക്കും. തിരക്കുള്ളവർക്ക് പോകട്ടോ ഇൻഷാ അല്ലാഹ്. അത് പറഞ്ഞ പോലെ പെരുന്നാളൊക്കെ അല്ല, ഇനി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ സാധനം വാങ്ങിക്കാനോ കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പൊയ്ക്കോളതിന് യാതൊരു പ്രയാസമില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആലൊക്കെ ഉൾപ്പെടുത്തും. വന്നല്ലോ, മതി അൽഹംദുലില്ലാഹ്. മുസാജിക്ക് നാട്ടിൽ നിന്ന് ഈ പരിപാടിക്കായിട്ട് വന്ന അന്ന് രാത്രിയോ നാളെ രാവിലെ പോവുകയും ചെയ്യൂല ഇൻഷാ അല്ലാഹ്. ഇന്ന് ഈ പരിപാടിക്കായിട്ട് വന്നതാണ് നാട്ടിൽ നിന്ന്. അല്ലാഹു തആല യാത്രയും തിരിച്ചു പോകുന്ന ഒക്കെ റബ്ബ് ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. മഖാം ഇബ്രാഹിം കാണുമ്പോൾ അലൈഹിസ്സലാം ഓർമ്മ വരുന്നത് ആ നടത്തമാണ്. ഹജ്ജിന് കുറേ നടക്കേണ്ടി വരും. അതിലേറൊക്കെ നടന്നൊരു കാലിവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സംസം കുടിച്ചിട്ട് വേണം സഫയിലേക്ക് മറവയിലേക്ക് നടക്കാൻ. സംസത്തിന്റെ അരികത്തേക്ക് എത്തുമ്പോഴേക്കും സംസം എന്താണ്? മാഉ സംസം ലിമാ ശുരിബല. എന്തുദ്ദേശിച്ച് നിങ്ങൾ കുടിക്കുന്നുവോ അതിനുള്ളതാണ് സംസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുദ്ദേശം ഇതിനുള്ളതാ? ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷണമാണ് സംസം. രോഗികൾക്ക് ശിഫയാണ് സംസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉംറക്ക് പോയാൽ നമ്മൾ സംസം മാത്രം കുടിച്ച് പള്ളിയിലിരുന്നാല് വിശപ്പുണ്ടാവില്ല, മൂത്രമൊഴിക്കാൻ പോകും വേണ്ട. ഇടയ്ക്കൊരു മിനറൽ വാട്ടർ കുടിച്ചോ പോയേക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് സംസം കുടിച്ചു, കാരക്കും കഴിച്ചു. ഇടയ്ക്ക് ആരെങ്കിലും കൊണ്ടുവന്നൊരു ഗ്ലാസ് കാപ്പിയും കൂടെ ചൂട് കിട്ടിയപ്പോൾ കുടിച്ചാൽ പ്രശ്നമായി. പിന്നെ ടോയ്ലറ്റ് പോകണം, പുറത്ത് പോകണം. ആ സംസം കുടിച്ചോടെ ഇരുന്നോ, ഒരു കുഴപ്പമില്ല. അത് ഭക്ഷണമാണെന്നാണ്. വിശപ്പ് അറിയില്ല. എന്താ മത്താഫിൽ നിന്ന് ഇറങ്ങിയ പിന്നെ KFC ആണ് തൊട്ട് മുമ്പിൽ. നമ്മുടെ ജങ്ക് മൈൻഡ്സ്, ജങ്ക് ഫുഡ്സ്. അവിടെ എത്തിയിട്ട് ഈ ജങ്ക് മൈൻഡ് തന്നെ ജനറേറ്റ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അൺഹെൽത്തി ഫുഡാണ് മൊത്തം. ഒക്കെ ബ്രോസ്റ്റാ. എന്താ ഈ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ? അൺഹെൽത്തി, ഒരിക്കലും ആരോഗ്യപരമല്ലാത്ത ഭക്ഷണം. ഇതാ മക്കയിൽ ഇന്ന് കൊടുക്കുന്നത്. എന്താ പക്ഷേ അതിനെന്നെ ക്യൂ ആണ്. സംസം കുടിക്കുക. രോഗത്തിന് ശിഫ അതിലുണ്ട്. എത്രയോ അനുഭവങ്ങൾ. അങ്ങനെ ഉലമാ പറയാം, വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെ പോയിക്കോ, ഉംറക്ക് പോയി, ഹജ്ജിന് പോയി, സംസം അല്ലാതെ വേറെ ഒന്നും കുടിക്കേണ്ട, ഒന്നും കഴിക്കേണ്ട, ശിഫ ഉണ്ടാവുന്ന. മനസ്സിൽ എന്ത് വിചാരിച്ചു കുടിക്കുന്നുവോ അതിനുള്ളതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സംസം കുടിച്ചപ്പോൾ പറഞ്ഞു പോയത് റബ്ബി സിദ്നി ഇൽമാ വഹിൽമൻ വഫഹ്മൻ വഅഖ്ല. അല്ലാഹുവേ, വിജ്ഞാനവും ഇൽമും ബുദ്ധിയും എനിക്ക് വർദ്ധിപ്പിക്കണമേ. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു കുടിച്ചപ്പോൾ പറഞ്ഞത്, യാ അല്ലാഹ്, എനിക്ക് ഈമാൻ വർദ്ധിപ്പിക്കണമേ, എനിക്ക് ഒരുപാട് ഇൽമു തരണമേ, എന്നെ സ്വർഗ്ഗത്തിൽ കടത്തണമേ. അവർ പറയുമായിരുന്നു, 2 അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്, ഇനി 3ാമത്തതും തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് നമ്മുടെ മദ്ഹബിന്റെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈൽ ഇറാഖിയുൽ മസ്രി റളിയല്ലാഹു തആല അൻഹു 2 തന്നു. ഒരുപാട് ഇൽമു തന്നു അല്ലാഹു. എൻ്റെ ഈമാനും വർദ്ധിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി സ്വർഗം കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കിട്ടും തന്നെയാണ് പ്രതീക്ഷ. അല്ലാത്ത സംഭവമല്ലേ? എന്തുദ്ദേശിച്ചു കുടിക്കൂ അതിനുള്ളതാണ്. നിങ്ങൾ സംസം ധാരാളം കുടിക്കണേ. ശരീരം നിറയുവോളം കുടിക്കണം. അങ്ങനെ കുടിക്കാൻ ശരീരത്തെ നിർബന്ധിപ്പിക്കണം. എന്തേ? മുനാഫിഖീങ്ങൾക്ക് ഇത് വയറ് നിറച്ച് കുടിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് 1 കപ്പ് 2 കപ്പ് അത്രേ വയറ് നിറച്ച് എത്തല്ലെന്ന് പറഞ്ഞാൽ സർവ്വ ഞരമ്പും സംസം കൊണ്ട് നനഞ്ഞു എന്നങ്ങ് തോന്നുന്ന വിധം വയറ് നിറച്ച് കുടിക്കാൻ പറഞ്ഞതാ സംസം. വേറെ എവിടെ നബി തങ്ങൾ വയറ് നിറച്ച് കുടിക്കാനും തിന്നാനും പറഞ്ഞിട്ടില്ല. സംസം അങ്ങനെ കുടിക്കണം എന്നാണ്. അതുമാത്രമല്ല, നമ്മുടെ ഫുഖാക്കൾ പറയുന്നു അതിന്റെ ആദാബുകൾ പെട്ടത് തന്നെയാണ്. ആ സംസം കുടിച്ചിട്ട് മുഖം ഒന്ന് കഴുകുക, നെഞ്ചിന്റെ ഭാഗം ഒന്ന് കഴുകുക. പെണ്ണുങ്ങൾക്കല്ലേ? ആണുങ്ങൾക്ക് പിന്നെന്ത് ചെയ്യുക? തലഭാഗം, തലയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരൽപ്പം തല തടവുക, തല കഴുകുക. സംസം കൊണ്ട് ഒരു കുഴപ്പമില്ല, പുണ്യമുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഉലമാ.
അതൊന്ന് കുളിക്കണം എന്നല്ലേ, നീ കുളിക്കാത്തവരൊക്കെ ബ്രഷ് വെച്ചിട്ട് അവിടെ ചെന്നിട്ടേ, അതല്ലേ ഈ പറഞ്ഞത്. പുണ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക, തലയിലോട്ട് ഒരൽപ്പം, ശരീരത്തിലേക്ക് ഒരൽപ്പം, മുഖം കഴുകുക, നന്നായി കുടിക്കുകയും ചെയ്യുക. എന്താണ് സംസം? ഒരു കുഞ്ഞിനെയല്ലേ ഇത് ഓർമ്മിപ്പിക്കുന്നത്, പിഞ്ചു പൈതലിനെ. പിഞ്ചു പൈതൽ, ആ പൈതലിന് വെള്ളത്തിന് വേണ്ടി ഓടിയതാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. ഹാജറ ബീവി അല്ല, എന്താണ് ഹാജർ ബീവി. ഹാജർ എന്നുള്ളൂ, ഹാജറ എന്നില്ല, ഹാജർ. ഹാജർ റളിയല്ലാഹു അൻഹാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. അന്നൊരിക്കൽ അല്ലേ മക്കയിലേക്ക് വന്ന് വെള്ളം എല്ലാം തീർന്നപ്പോ ആരുമില്ല അവിടെ. ربنا اسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. അച്ചവനെ, നിന്റെ പരിശുദ്ധമായ ഭവനം വരാൻ പോകുന്നിടത്ത്, നിന്റെ പരിശുദ്ധമായ ഭവനം നിന്നിടത്ത്, അന്നോടെ കഅബല്ല, പക്ഷേ നിന്റെ കഅബത്തിന്റെ അടുത്ത് നിന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന, ഞാൻ അവിടെ താമസിപ്പിച്ചു പോരാണ് റബ്ബേ, അതുകൊണ്ട് അവർക്ക് ഭക്ഷണം നീ കൊടുക്കണം, നീ അവരെ സംരക്ഷിക്കണം, മനസ്സുകൾക്കുള്ളിൽ ഒരു സ്നേഹം വരണം, എനിക്ക് കഅബയൊന്ന് കാണണമെന്ന് ജനങ്ങളുടെ മനസ്സിന്. വജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, മനസ്സുകൊണ്ട് അങ്ങോട്ട് എത്താൻ ഒരു കൊതി തോന്നുന്ന വിധം കുറച്ചാളുകളെ നീ സജ്ജമാക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മക്കയിലെ ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾ 2/3, 2/3 ഭാഗവും ആളുകൾ മുമ്പൊരിക്കൽ വന്നുപോയവരാണ്. 1/3 പുതിയ വിസിറ്റേഴ്സ് ഉള്ളൂ, പുതിയ ഹജ്മാർ, പുതിയ മുഅ്തമിരീങ്ങൾ. മൊത്തം 3 മില്യൺ വന്നാൽ അത് 1 മില്യണേ പുതിയ ആൾക്കാർ, ബാക്കി 2 മില്യൺ മുമ്പൊരിക്കൽ വന്നവരാണ്. എല്ലാ വർഷം പോകാൻ തോന്നുന്നുണ്ട്, പക്ഷെ 5 വർഷത്തിലൊരിക്കൽ പറ്റുന്നുള്ളൂ, അതുകൊണ്ട് പോവാത്തവർ, സാധിക്കാത്ത പക്ഷെ ആഗ്രഹമുണ്ട്. അള്ളാഹു മനസ്സിലൊരു കൊതി കൊടുക്കും മക്കയെ കാണാൻ, കഅബയെ കാണാൻ. ഇത് ഈമാനിന്റെ അടയാളമാണ്. അള്ളാഹു നമുക്ക് നൽകട്ടെ, ആമീൻ യാ റബ്ബ്. മക്കയെ കാണുമ്പോൾ ഒരു കൊതി തോന്നുക. അത് നമ്മൾ പിക്നിക്കിന് പോകുന്ന സ്ഥലമല്ലല്ലോ, അതുകൊണ്ട് അവിടുത്തെ സ്റ്റാർ ഹോട്ടലിന്റെ ഫെസിലിറ്റി അതൊന്നും നോക്കണ്ട. പോകുന്നത് കഅബയെ കാണാനാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ഒരുപാട് മെസ്സേജുകൾ തരികയാണ്. ഹാജർ ബീവി ഓടിയ ഓട്ടമാണത്. ആ മസ്അയിൽ 2 ഗ്രീൻ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്, 2 ഗ്രീൻ ലൈറ്റ്. അവിടെ പുരുഷന്മാർക്ക് ഒരൽപ്പം ധൃതിയിൽ നടക്കൽ സുന്നത്തുണ്ട്. ഓട്ട മത്സരം നടത്തരുത്, അവിടെ ഓടാനുള്ള സ്ഥലമല്ല. എന്ത് ചെയ്യാ, ഒരു ധൃതിയിൽ, റംൽ എന്ന് പറയും, ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നടക്കുക പറ്റുമെങ്കിൽ. പെണ്ണുങ്ങൾ ഓടാൻ പാടില്ല, ഫാസ്റ്റ് ആയിട്ട് നടക്കാനും പാടില്ല, അവർ സാധാ നടന്നാൽ മതി. അതാണ് അവർ ചെയ്യേണ്ടത്. പെണ്ണുങ്ങൾ ഓടണ കാണാം അവിടെ ശോനെ, ആണുങ്ങൾ ഓടുമ്പോൾ പെണ്ണുങ്ങൾ കൂടെ ഓടണം, ചെയ്യരുത്. പുരുഷന്മാർക്കവിടെ ഒരൽപ്പം വേഗതയിൽ നടക്കൽ സുന്നത്തുണ്ട്. സഈ കഴിഞ്ഞു വരുമ്പോഴേക്കും സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാത്തൊരു ഭർത്താവിന് സ്നേഹം തുടങ്ങും. സ്വന്തം ഉമ്മയോട് പിണങ്ങിക്കഴിയുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഉമ്മയുടെ സ്നേഹം തിളച്ചു മറിഞ്ഞു വരണം. അതാണ് സഈ. എന്തേന്നറിയോ, വെള്ളം കിട്ടാതെ കുഞ്ഞ് കരഞ്ഞപ്പോ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കരഞ്ഞപ്പോ, എന്റെ കുഞ്ഞിനൊരൽപ്പം വെള്ളം കിട്ടാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി സഫയുടെ മുകളിൽ കയറിയ ഹാജർ റളിയല്ലാഹു അൻഹ, യാത്രക്കാർ വരുന്നുണ്ടോ? അന്ന് യമനികളാണ്, കച്ചവടക്കാർ, സിറിയയിലേക്ക് പോകും മക്ക വഴി. എങ്ങനെ വരുന്നുണ്ടോ? ആരുമില്ല. ഞാനൊന്ന് ഓടട്ടെ. താഴെ ഇറങ്ങി ഈ നിരപ്പായ പച്ച ലൈറ്റ് ഇന്ന് വെച്ചിട്ടുള്ള ആ ഭാഗത്തെത്തിയപ്പോ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്ന സ്ഥലമാണത്. ആ കരച്ചിൽ കേട്ടപ്പോൾ ധൃതി പിടിച്ച് ഓടിയ ഉമ്മയാണ് ഹാജർ റളിയല്ലാഹു അൻഹ. ഒരു കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യം, ഉമ്മ കാണിച്ച സ്നേഹം, കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ധൃതി പിടിച്ചോടിയ ഭാഗത്താണ് അല്ലാഹു നമ്മളോട്, നിങ്ങളും അതൊന്ന് ഓർത്തു നോക്കിൻ പുരുഷന്മാരെ. ഉമ്മമാർക്കത് അറിയാലോ, അതുകൊണ്ടാ ആണുങ്ങളോട് ഓടാൻ പറയണത്. സുബ്ഹാനല്ലാഹ്, ധൃതി പിടിച്ച് നടക്കാൻ പറഞ്ഞത്. നിങ്ങൾക്കത് അറിയുന്നില്ല അല്ലേ? ഉമ്മ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, ഭാര്യ പ്രസവിച്ചു, കുട്ടിക്ക് പേരിട്ട്. നമ്മൾ വാപ്പയായി. വാപ്പ എന്താ സഹിച്ചത്? ഉമ്മ സഹിച്ചതിന്റെ 1,00,000 അറിഞ്ഞോ? എന്തെങ്കിലും അറിഞ്ഞോ? സ്വന്തം ഭാര്യ കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴുള്ള ത്യാഗവും വിഷമവും ഉറക്കൊഴിക്കലും മസിൽ കയറലും ഉറക്കം നഷ്ടപ്പെടലും ഛർദിയും പ്രയാസവും ഇതൊക്കെ പുരുഷൻ അറിഞ്ഞിട്ടുണ്ടോ? അതൊന്ന് വിളിച്ചറിയിക്കാൻ ഉമ്മയുടെ മാതൃസ്നേഹം വിളിച്ചറിയിക്കുന്ന ഭാഗമാണല്ലോ സഫയും മർവയും. അതല്ലേ ചരിത്രം. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്ത് ധൃതി പിടിച്ചോടി, പിന്നങ്ങ് നടന്ന് മറവയിൽ കയറി നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ? ആരുമില്ല.
പടച്ചവനെ ഇപ്പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടാകും, എൻ്റെ കുഞ്ഞു മരിക്കുമല്ലോ വെള്ളം കിട്ടാതെ, ഞാനൊന്ന് ഇറങ്ങി ഓടട്ടെ. തിരിച്ചു നടന്നു. അങ്ങനെ 7 പ്രാവശ്യം ഓടിയ ഓട്ടമാണ് സഅയ്. ഇത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു ഭാര്യമാരോട് പിണങ്ങി കഴിയുന്നവരോക്കൊന്ന് നന്നാവാനും. ഉമ്മയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാവാത്തവൻ ഉംറ കഴിഞ്ഞ് വന്നാൽ ഉമ്മയെ അതിരറ്റ് സ്നേഹിക്കുന്നവനായി മാറാനും അല്ലാഹു ചെയ്തു വെച്ച ഉമ്മത്തിന്റെ പാഠമല്ലേ സഅയ്? പാഠല്ലേ അത്? ആ പിഞ്ചു പൈതലിന്റെ കാലിനടിയിൽ നിന്നല്ലേ സംസം വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ചിറക് കൊണ്ട് ഒന്ന് തോണ്ടിയെടുത്തുവെന്നാണ് ചരിത്രം. അവിടുന്ന് വന്ന ഭാഗമാണ് സംസം, ശുദ്ധമായ ആ ഉറവ. ഇന്ന് അവിടെല്ലേ മില്യൺ കണക്കിന് ഗാലൻ ഒരു ദിവസം അടിച്ചെടുക്കുന്നത്, വറ്റാത്ത ഉറവ. അത് മാത്രം പോരെ ഇസ്ലാമിന്റെ ദീനിന്റെ അത്ഭുതം പറയാൻ? മക്കയിൽ ആ ഒരു കിണർ സംസം, അതുപോലത്തെ ഒരു കിണർ വേറെ ലോകത്തില്ലല്ലോ, വറ്റാത്തൊരു കിണർ. സുബ്ഹാനല്ലാഹ്. സംസം കുടിക്കുന്ന നേരത്ത് ഓർമ്മ വരേണ്ടത് ഒരു കുഞ്ഞിന്റെ ചരിത്രമാണ്, ഒരു ഉമ്മയുടെ ചരിത്രമാണ്. വേവലാതിപ്പെട്ട് ഓടിയ ഉമ്മ ചെയ്ത സേവനത്തിന്. അതുകൊണ്ട് വഖുൽ, ഓരോരുത്തരും പറയണേ, റബ്ബിർഹംഹുമാ, പടച്ചവനെ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും റഹ്മത്ത് ചെയ്യണമേ, കമാ റബ്ബയാനി സഗീറാ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്നോട് എൻ്റെ ഉമ്മ ചെയ്ത സേവനത്തിന് പകരം, ഞാൻ രോഗിയായപ്പോൾ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയ എൻ്റെ വാപ്പ, എനിക്ക് മരുന്ന് കൊണ്ടുവന്ന പിതാവ് എന്നോട് ചെയ്ത കാരുണ്യമാണത്. എനിക്ക് മരുന്ന് അവർ വായിൽ വെച്ച് തന്ന് കുടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചുപോയേനെ. പക്ഷെ എനിക്ക് മരുന്ന് തന്നവർ, ഭക്ഷണം തന്നവർ, എന്നെ ഊട്ടിയവർ, ഉറക്കിയവർ, അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. യുദ്ധത്തിന് പോകട്ടെ നബിയെ, ഞാൻ ഭയങ്കര ആവേശത്തിലാണ്. യമനിൽ നിന്ന് വന്ന ഒരാളായിരുന്നു അത്. നബിയെ, അള്ളാഹു ധർമ്മസമരത്തിന് ചെയ്ത ആ ഒരു പ്രതിഫലം ഞാൻ കേട്ടു, ഞാൻ പോവുകയാണ്. റെഡിയാണോ? റെഡിയാണ്. അലക്ക വാലിദാൻ, നിങ്ങൾക്ക് ഉമ്മയും വാപ്പിയുണ്ടോ? ഒരാളുണ്ട്. ആരാണുള്ളത്? ഉമ്മയുണ്ട് നബിയെ. വേറെ ആരെങ്കിലും ഉണ്ടോ ഉമ്മയെ നോക്കാൻ? ഞാൻ ഒരു മകനേ ഉള്ളൂ. ഓ, ഉമ്മാക്ക് ചെന്ന് സേവനം ചെയ്യ്. നിന്റെ ധർമ്മസമരം നീ ഉമ്മാക്ക് ചെയ്യുന്ന ഖിദ്മത്താണ്. നമുക്ക് അങ്ങനെയൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ജോലി വലുതായിരിക്കാം, നമ്മുടെ ബിസിനസ് വലുതായിരിക്കാം, നമ്മുടെ എല്ലാ ഏർപ്പാടുകളും വലുതായിരിക്കാം. നമ്മുടെ ഉമ്മയെ നോക്കാൻ നമ്മളല്ലാതെ മറ്റാരുമില്ലാത്ത നേരം ഇതുപേക്ഷിച്ച് വരെ ഉമ്മയെ ഖിദ്മത്ത് ചെയ്യാൻ പോകേണ്ടി വരും. ഈ തിരിച്ചറിവ് ഉംറ കൊണ്ടും ഹജ്ജ് കൊണ്ടും അല്ലാഹു നൽകുകയാണ്. ഉമ്മയെ ചെന്ന് നോക്ക്. ഫഫീഹിമാ ഫജാഹിദ്, നിന്റെ ധർമ്മസമരം എവിടെയാണ്? നിനക്ക് അല്ലാഹു നൽകുന്ന കൂലി എവിടെയാണ്? അപ്പോ സംസം കുടിച്ചപ്പോൾ കുഞ്ഞ്, സഫാ മറയിൽ ഓടിയപ്പോൾ മാതൃസ്നേഹമുള്ള ഒരു ഉമ്മ, കഅബയെ കണ്ടപ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. മാഷാ അല്ലാഹ്, കുടുംബമാണ് അല്ലാഹു ഈ ഹജ്ജിലൂടെ പഠിപ്പിക്കുന്നത്. എല്ലാം കുടുംബബന്ധമാണ്. ആ സ്നേഹനിധിയായ ഒരു ഭാര്യ, അല്ലാഹുവിനെ സ്നേഹിച്ച ഭാര്യ, അല്ലാഹുവിനെ സ്നേഹിച്ച മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അറുക്കാൻ കൊണ്ടുപോയ സ്ഥലമല്ലേ ജമറാത്ത്? ജമറകൾ എറിയണം. റിജക്ഷൻ ഓഫ് സൈറ്റനിക് ടെംപ്റ്റേഷൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തടഞ്ഞു നിർത്തി വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പിശാച്ച്. ആ പിശാച്ചിനെ എറിഞ്ഞോടിച്ച സ്ഥലമാ ജംറത്തുൽ ഊലയും മുസ്തയും അഖബയും. സുബ്ഹാനല്ലാഹ്, ഈ വലിയ ജമറകൾ അല്ലാഹു ഇന്ന് നമ്മുടെ ഇബാദത്തിന്റെ ഭാഗമാക്കി വെച്ചിരിക്കുക. അവിടെ പോയി എറിയേ. എന്തിനെന്നറിയോ? സ്വന്തം കുടുംബം വാപ്പയോട് പറയും, വാപ്പ ഈ ഏർപ്പാടൊക്കെ നിർത്തിക്കളി, നിങ്ങൾ കുറേ കാലമായില്ലേ ദീനും പറഞ്ഞ് നടക്കുന്ന പള്ളി പ്രസിഡന്റായിട്ട് ഇരിക്കുന്നത്, വല്ല കാര്യം ഉണ്ടായോ? കുറേ കടം കിട്ടിയെന്നല്ലാണ്ടേ. അതുകൊണ്ട് വാപ്പ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി പോരി. ഇത് പറയുന്ന മക്കളോട് തിരുത്തി കൊടുക്കാൻ കഴിയുന്ന വാപ്പയാകേണ്ടി വരും. അല്ലേ? ഭാര്യമാരിങ്ങനെ ആക്ഷേപിക്കും, കുടുംബങ്ങൾ വരും. ഇങ്ങനെ നമുക്ക് ഈ ടെംപ്റ്റേഷൻസ് ഒരുപാട് ജീവിതത്തിൽ വരും. അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകല അല്ലാഹു. അവിടെ പിശാച്ചുള്ളത് കൊണ്ടല്ല. മനുഷ്യന്മാരൊക്കെ പണ്ടൊക്കെ ചെരുപ്പെടുത്ത് എറിയായിരുന്നു എന്നാ, നമ്മൾ നാട്ടുകാരല്ല. പിശാച്ചൊന്ന് ചാവട്ടെ, പിശാച്ച് അവിടെ ഇല്ല. പക്ഷേ പിശാച്ചിനെ അന്നൊരു ആട്ടിയോടിച്ച സ്ഥലമാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആട്ടിയോടിച്ച സ്ഥലമാണത്. ആ പിശാച്ച് നമ്മുടെ പുരന്റെ ഉള്ളിൽ കാണും, നമ്മുടെ വീട്ടിൽ കാണും, അയൽപക്കത്ത് കാണും, ഫ്രണ്ട്സിൽ കാണും, നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിൽ കാണും. അതിജീവിക്ക് ആനുവൽ മെസ്സേജാണ്. ഒരു വർഷത്തിലൊരിക്കൽ എല്ലാവർക്കും ഒരുമിച്ച് അള്ളാഹു നൽകുന്ന മെസ്സേജ്. അറഫയിലേക്ക് പോകണം. അവിടെ അറഫ, അൽ ഹജ്ജ് അറഫ. നാളത്തെ ദുഹറിന് ശേഷമുള്ള പകൽ, നാളത്തെ രാത്രി അടക്കം അറഫയാണ്. ആ രാത്രി ഒരാൾക്ക് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളത്തെ അറഫ നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞു, അയാൾക്ക് ആ വർഷത്തെ ഹജ്ജ് നഷ്ടപ്പെട്ടു. ഇനി അടുത്ത വർഷം കിട്ടിയെങ്കിലായി.
എന്തെന്നറിയോ? അറഫ മഹാനായ ആദം നബി അലൈഹിസ്സലാം കാണാതെ പോയ, വേർപിരിഞ്ഞു പോയ തന്റെ ഭാര്യ ഹവ്വാ റളിയല്ലാഹു അൻഹയെ വർഷങ്ങൾക്ക് ശേഷം വന്ന് കണ്ടുമുട്ടിയ പ്രതലമാണ് അറഫ. അതുകൊണ്ടാണ് അറഫ എന്നതിന്റെ പേര് നൽകപ്പെടാൻ കാരണമെന്ന് ചരിത്ര പണ്ഡിതന്മാർ. അറഫ ഹവ്വാ ബീവിയുടെ പേരല്ലേ ജദ്ദ, വല്യമ്മ. ജിദ്ദ, നമ്മൾ ജിദ്ദ എന്ന് പറയുന്നത് ജദ്ദയാണ്. വല്യമ്മയുടെ ഖബർ അവിടെ ഉണ്ട്, ജിദ്ദയിലെ ജിദ്ദ നഗരത്തിന്റെ മധ്യഭാഗത്തുണ്ട്. ഇത് നമ്മുടെ ഉമ്മ ഹവ്വാ ബീവിയുടെ ഖബറുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു ചെരിഞ്ഞൊരു കമാനം വെച്ചൊരു ഖബർസ്ഥാൻ ഇന്നും ജിദ്ദയിലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടവരൊക്കെ ഒരുപാടുണ്ടാവും. ഹവ്വാ ബീവിയെ കണ്ടുമുട്ടിയ സ്ഥലം അവിടെയാണ്. നമ്മുടെ വല്യമ്മ ഗോട്ട് യുണൈറ്റഡ്, ആ ഒരു സ്ഥലമാണത് അറഫ. പിണങ്ങി നിൽക്കുന്ന വാപ്പയോട് ഉമ്മയോട് തെറ്റിയവർ, ഭാര്യയോട് പിണങ്ങിയവർ, ഭർത്താവിനോട് പിണങ്ങിയവർ അറഫയിലേക്ക് ഹജ്ജ് കഴിഞ്ഞ്, ഹജ്ജിന് പോകുമ്പോൾ എന്താ പൊരുത്തപ്പെടിക്കല്? ഹജ്ജ് കഴിഞ്ഞാൽ കാണിച്ചു വരട്ടോ അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മളാകെ പൊരുത്തപ്പെടിക്കല് ഉംറക്ക് ഹജ്ജ് വരെ മിണ്ടൂല. പൊന്നു സഹോദരിമാരെ അതിൻ്റെ ഇടക്ക് മരിച്ചുപോയ എന്താ നമ്മുടെ അവസ്ഥ? ഉംറ വരുന്നുണ്ട്, അന്ന് ഇതൊക്കെ പൊരുത്തപ്പെടിക്കുക. അതുകൊണ്ട് സർവ്വ ദുൽമും ചെയ്യാൻ അന്ന് നടക്കൂലേ? നന്നാവാനുള്ള അവസരം എപ്പോഴുണ്ട്. ഹജ്ജിനും ഉംറക്കും എത്തുമ്പോൾ അല്ലാഹുവിലേക്കുള്ള യാത്രയാ, തിരിച്ചു വന്നില്ല എന്ന് വരും. ഏത് യാത്രക്കും ബാധകമാണ്. പക്ഷേ അള്ളാഹു പുറത്തു തരണമെങ്കിൽ ദുൽമ ചെയ്ത ആളുകൾ പൊരുത്തപ്പെടിക്കണം, അല്ലേ? നമ്മളും അള്ളാഹും തമ്മിലുള്ള തെറ്റുകൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് വാങ്ങിക്കാം. പക്ഷേ നമ്മളും മനുഷ്യരും തമ്മിൽ ഇടപാടുകൾ നമ്മൾ അവരുമായി പരിഹരിച്ചേ പറ്റൂ. അറഫയിലേക്ക് എത്തുകയാണ്. നമ്മുടെ ഉമ്മയും വാപ്പയും കണ്ടുമുട്ടിയ സ്ഥലമാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നുപോയ സ്ഥലമാണത്. അവിടെയാണ് അന്ത്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുർ റഹ്മ എന്ന് പറഞ്ഞ കൊച്ചു മനോഹരമായ ഒരു കുന്നുകളുടെ മുകളിൽ വെച്ച് 1,23,000 വരുന്ന അനുയായികളോട് അവസാനത്തെ വിടവാങ്ങൽ ചോദിച്ച സ്ഥലമാണത് ജബലുർ റഹ്മയിൽ. ഹിജ്റ 9-ാം വർഷം ഹജ്ജ് ഫർളായി. ആ വർഷം നബി ഹജ്ജ് ചെയ്തില്ല. എന്ത് ചെയ്തു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും മക്കയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഹജ്ജ് എങ്ങനെയാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ ഒരു ഹജ്ജ് ചെയ്യിപ്പിച്ചു. അന്നവരൊക്കെ ബിംബാരാധന കൊണ്ട് നടക്കുന്ന കാലക്കാർ ഹജ്ജിലേക്ക് കടന്നു വരും, ഇസ്ലാമിന്റെ ഹജ്ജിലേക്ക് വരാൻ. അത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ ഒരു ട്രയൽ റൺ ആര് ചെയ്തു കൊടുത്തു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ മദീനയിൽ തന്നെ, സിദ്ദീഖ് എന്നവർ 2 ഹജ്ജ് ചെയ്തു നബി തങ്ങളുടെ കാലത്ത്. പിന്നെ നബിയോട് കൂടെയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊരു ഹജ്ജ് ആദ്യം ചെയ്യിപ്പിച്ച നബി സിദ്ദീഖ് എന്നവരെ, അലി എന്നവരെ, പോയിട്ട് നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ചു കൊടുക്കിൻ, ഞാൻ അടുത്ത വർഷം ഹജ്ജ് ചെയ്യുന്നു. ആ അവസാനത്തെയും ജീവിതത്തിലെ ആദ്യത്തെയും ഇസ്ലാമിലെ ഹജ്ജായിരുന്നു അഷ്റഫുൽ ഖൽഖിൻ്റേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്ഥലം ഇങ്ങനെ കാണും. നമ്മൾ അറഫയിൽ നിൽക്കുകയാണ്. അവിടെ ടെൻറ്റുള്ളത് മിനയിലാണ്. അറഫയിൽ ടെന്റ് വെക്കാം, പക്ഷെ അത് ഓപ്പൺ എയർ ആണ്. ആ ഒരു ഹ്യൂമിഡിറ്റി, ടു ബി വൺ അമംഗ് മില്യൺ, അതൊരു വിത്തിൻ ഇറ്റ് സെൽഫ് ഇസ് എ ചാലഞ്ച് അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർ അടിയിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്രയും ത്യാഗങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത ആളുകളെ ഹജ്ജിലേക്ക് വരിക. തടിയാലും മുതലാലും വഴിയാലും കഴിവുള്ളവർ, അവരൊന്നും ഇങ്ങനെ ത്യാഗങ്ങൾ അനുഭവിച്ചു കാണില്ല. അധികം പേരും ഭയങ്കര ത്യാഗമാണ്. അറഫയിൽ നിൽക്കുകയാണ്. ഉഷ്ഹിദുക്കും യാ മലായികതി, മലാഖമാരെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ എന്ന് അല്ലാഹു ജല്ല ജലാലു ഭൂമിയിലെ അറഫ നിവാസികളെ നോക്കിയിട്ട് പറയുമത്രേ. അവരുടെ നാവുകളിൽ ചൊല്ലുന്ന ദിക്റും അവരെന്നോട് ചെയ്യുന്ന പ്രാർത്ഥനയും എൻ്റെ റഹ്മത്തിൽ അവരുടെ പ്രതീക്ഷയും കണക്കിലെടുത്ത് മലാഖമാരെ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ഗഫറതു ലി അഹ്ലിൽ അറഫ, അറഫയിൽ വന്ന മുഴുവൻ ആളുകൾക്കും വലിമൻ ദഅഉ ലഹും, ഇവരാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമോ അവർക്ക് വേണ്ടിയും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു വിളിച്ചു പറയുന്ന ദിവസമാണത്. അതുകൊണ്ട് ഹജ്ജിന് പോയവരൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ഇങ്ങനെ ഇവിടെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടാക്കണ്ട, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക, ഓർമ്മിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു അവർക്കൊക്കെ, നമ്മളൊക്കെ പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് ഓർമ്മ വരട്ടെ, അവർക്കൊക്കെ അള്ളാഹു അത് ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ ദുആയിലേക്ക് ഒരു ഓഹരി നമുക്ക് അള്ളാഹു നൽകട്ടെ.
സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു മഹാനവർ അവിടെ ഇരുന്നിട്ട് കുറെ നേരം സങ്കടപ്പെട്ടിരുന്ന ഇരുത്തം കണ്ടിട്ടുണ്ട് മഹാന്മാർ. വലിയ ആലിമല്ലേ. കുറെ നേരം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറയാൻ. നേരം വെളുത്തപ്പോ കണ്ടു ഒരു സാധുവിനെ, ഒരു സാധു മനുഷ്യൻ. പിന്നെ അറിഞ്ഞത് അല്ലാമ സുഫിയാൻ സൗരിയാണത്. പടച്ചവനെ, എന്തൊരു സങ്കടമാണ് റബ്ബേ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ നീ അത് പുറത്തു തന്നെങ്കിൽ പോലും ഞാനത് ചെയ്തല്ലോ. അങ്ങനെയാണ്. മുതലാളിയുടെ ഒരു ദുൽമ ചെയ്തു ജോലിക്കാരെന്ന് വിചാരിക്കും, മുതലാളി മാപ്പ് ചെയ്ത് കൊടുത്തു. എന്നാലും സന്മനസ്സുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഓർക്കൂ, ഞാനത് മൂപ്പരോട് ചെയ്യേണ്ടില്ലായിരുന്നു. അല്ലാഹുവേ, നീ പുറത്തു തന്നാൽ തന്നെയും നിന്നോട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ പടച്ചവനെ, എന്തൊരു സങ്കടമാണ്, നീ പുറത്തു തന്നാൽ പോലും ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ റബ്ബേ എന്ന് മണ്ണിൽ പൊടി പിടിച്ചിരുന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ദീർഘമായ സമയം അറഫയുടെ കുന്നിൻ ചെരുവിൽ കഴിച്ചുകൂട്ടിയത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. വലിയ ആലിമല്ലേ സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ്. സുഫിയാൻ ഞങ്ങളുടെ വളരെ മഹത്തായ ഒരു കറാമത്തുണ്ടായത്, സ്വാലിഹീങ്ങൾപ്പെട്ടൊരു മഹാനുഭാവൻ ഒരാൾ സംസം വെള്ളം കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇസ്കിലി അന്ന് കിണറ്റിന്ന് മുക്കിയെടുക്കല. ഇപ്പൊ ഒരാൾ പറഞ്ഞു എനിക്ക് ഗ്ലാസ് വെള്ളം തരീന്ന് പറഞ്ഞു, മുക്കിക്കൊടുത്തു. നല്ല മധുരം. പിറ്റേന്ന് ഞാൻ ഇയാളെ തന്നെ കണ്ടു, അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തരും. കുടിച്ചു നോക്കി, നല്ല പാലിന്റെ രുചി. മൂന്നാമത്തെ ദിവസം തന്നു, അന്ന് സാധാ വെള്ളത്തിന്റെ ടേസ്റ്റ് തന്നെ. ചോദിച്ചു, അല്ല ധാരാണ്. സുഫിയാനു സൗരി റഹിമഹുല്ലാഹ്, മഹാനായ ഫഖീഹും പണ്ഡിതനും മുഹദ്ദിസുമായ സുഫിയാനു സൗരി എന്ന മഹാനാണതെന്ന് വ്രത്തുകാർ എനിക്ക് പറഞ്ഞു തന്നു. ആ മഹാനുഭാവൻ അറഫയിൽ ചെന്നിട്ട് കടന്നിട്ട് പറയാൻ, റബ്ബേ, നീ എനിക്ക് പുറത്തു തന്നാലും നിന്നോട് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയല്ലോ റബ്ബേ. ഈ ഒരു പശ്ചാത്താപത്തിന്റെ മനസ്സ് പെരുന്നാളിനോടടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ രാത്രി അറഫയുടെ രാവാണ്, നാളത്തെ പകൽ അറഫയുടെ പകലാണ്. നോമ്പനുഷ്ഠിക്കൽ പ്രബലമായി സുന്നത്തുള്ള ദിവസം. ഇൻഷാ അല്ലാഹ് നാളെ ജുമുഅയും കൂടിയ സയ്യിദുൽ അയ്യാം. പ്രാർത്ഥന മനസ്സിന്ന് വരണം. നമ്മൾ പെരുന്നാളിനോട് അടിച്ചു പൊളിക്കാൻ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹു പുറത്തു തരുമ്പോഴാണ്. അള്ളാഹു പുറത്തു തരല്ലേ നമ്മുടെ സന്തോഷം, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കല നമ്മുടെ സന്തോഷം. അത് ചോദിച്ചു വാങ്ങണം അള്ളാഹുവിൽ നിന്ന്. അറഫക്കാരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, നാളെ പരലോകത്ത് അല്ലാഹു ഗുരുതരമായി വിചാരണ ചെയ്യുന്ന വിഭാഗമാണ് ആരെന്നറിയോ? അവിടെ ചെന്നിട്ട് ഒരാൾക്ക് തോന്നി എനിക്കല്ല പുറത്തു നിന്നിട്ടുണ്ടാവില്ല, ഞാനിപ്പോ കുറെ ദുൽമ ചെയ്ത ആളല്ലേ, എനിക്കൊന്നും എന്റെ ഹജ്ജൊന്നും സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നിയവനെ അല്ലാഹു നാളെ കണിശമായി വിചാരണ ചെയ്യുന്നു. അതിനർത്ഥം നിനക്ക് ഞാൻ പുറത്തു തന്നു എന്ന് ഉറപ്പിച്ചേക്കണം. യാ അല്ലാഹ്, അങ്ങനത്തെ സ്ഥലമാണ് അറഫ. മുസ്ദലിഫയുണ്ട് മശ്അറുൽ ഹറാം. ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. മശ്അറുൽ ഹറാം എന്ന അല്ലാഹു പേര് വിളിച്ച പുണ്യസ്ഥലം അൽ മുസ്ദലിഫ. അവിടെ നിന്ന് മിനായിലേക്ക് എറിയാനുള്ള കല്ല് ശേഖരിക്കുക, ചെറിയ പെബിൾസ്, ചെറിയ കൊച്ചുകല്ലുകൾ. അവിടെയും താമസിക്കുന്നത് അല്ലാഹുവിന് ചെയ്യുന്ന ത്യാഗമാണ്. മുസ്ദലിഫയിൽ കഴിഞ്ഞ് മിനയിലേക്ക് വരണം. സുബ്ഹാനല്ലാഹ്, ഈ യാത്രകൾ അല്ലാഹുവിന് ചെയ്യുന്ന ത്യാഗങ്ങളെല്ലാം അന്നൊരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊച്ചുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കൈപിടിച്ച് നടന്നുപോയ ഭാഗങ്ങൾ. അവിടെ ചെന്ന് ജംറ എറിയുന്നത് നമ്മുടെ തിന്മ ചെയ്യാൻ നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്ന ശരീരത്തിന് എതിര് ചെയ്യുന്ന ശരീരത്തോട് എറിയുന്നത്. എങ്ങനെ? കല്ലുകൊണ്ടുള്ള എറിയലല്ല, നമ്മുടെ മനസ്സുകൊണ്ട് ഈമാൻ കൊണ്ട് തിന്മയെ തടഞ്ഞു നിർത്തുന്ന ഈ ഒരു സിംബലിക് ആക്ഷനാ സത്യത്തിൽ നമ്മുടെ ജംറകളിൽ എറിയുന്നത്. അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഇങ്ങനെ ശുദ്ധിയായിട്ട് വരിക. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജിന് സ്വർഗ്ഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവും ഇല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹജ്ജുൽ മബ്റൂർ, അൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകരിക്കപ്പെടുന്ന ഹജ്ജിൻ. എന്താ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞെന്നറിയോ? ഭക്ഷണം ആളുകൾക്ക് നൽകുക, പിന്നെ തീബുൽ കലാം, നല്ല സംസാരം അവിടെ ഉണ്ടാവുക. ഇത് രണ്ടും ഹജ്ജ് സ്വീകരിക്കപ്പെടാൻ അത്യാവശ്യമാണ്. ഹജ്ജുൽ മബ്റൂർ എന്ന വാക്കിന് ചില മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥവും അതാണ്. ഹജ്ജുൽ മബ്റൂർ മാ ബിർറുഹു. നബിയെ, എന്താണ് ഹജ്ജിന്റെ പുണ്യമെന്ന് ചോദിച്ചു. പുണ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിക്കുക. കൂടുതൽ ആരെങ്കിലും കൊണ്ട് ഞാൻ എൻ്റെ വക
പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷിപ്പിക്കുന്നു. അത് ഹജ്ജ് കഴിഞ്ഞാലും കഴിഞ്ഞിട്ടും അതിൻ്റെ മുമ്പും ശേഷവും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, അന്നം കൊടുക്കുക, സർവൈവ് ചെയ്യാൻ അവരെ സഹായിക്കുക. ഈ സഹായം ഹജ്ജിന്റെ പുണ്യത്തിന്റെ അത്യാവശ്യ ഘടകമാണ്. പിന്നെയോ തീബുൽ കലാം, നല്ലത് പറയാ. അവിടെ ചെന്നാലൊക്കെ ദേഷ്യപ്പെടുന്ന അവസ്ഥകൾ വരും. فمن حج فلا رفث ولا فسوق ولا جدال في الحج. ഒരാളങ്ങ് ഹജ്ജ് പോയപ്പോൾ ആലോചിച്ച് പ്രശ്നംപുരാനെ അല്ലാഹു തആല പറയാ, ഹജ്ജിന് പോയാൽ അവിടെ അനാവശ്യമായ വർത്തമാനം പാടില്ല, തർക്കിക്കാൻ പാടില്ല. ഫലാ റഫഥ വലാ ഫുസൂഖ വലാ തിന്മ ചെയ്യാനും പറ്റില്ല, അനാവശ്യ വർത്തമാനം തർക്കിക്കാനും പാടില്ല. ഇതൊക്കെ ഇപ്പൊ ഹജ്ജിന് ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോയതാ. ചെന്ന് നോക്കുമ്പോഴല്ലേ അറിയുന്നത് എന്തൊക്കെ കേസുകൾ വരും, അവിടെ എന്തൊക്കെ സംഘങ്ങൾ വരും. അവിടെ ഹറാമും ഹലാലും ചർച്ച ചെയ്യുന്നവർ, മസ്അലകൾ പറയുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം. എവിടെ? മിനാന്റെ ടെന്റിന്റെ ഉള്ളിലേ. സുബ്ഹാനല്ലാഹ്. നിങ്ങളതിന് പോവല്ലേ, അവിടെ തർക്കിക്കാനിടമല്ലേ. അതൊക്കെ ആലിമീങ്ങൾ അവർ പഠിപ്പിച്ചു തരും. അത് കേട്ടേക്ക്, തർക്കിക്കല്ലേ. ചില ആളുകളുടെ പെരുമാറ്റം, പല രാജ്യക്കാർ നമ്മുടെ പക്ഷത്താണ് മുഴുവൻ ഹക്ക്, പക്ഷേ നമ്മുടെ ഹക്ക് അവരെടുത്തുനിന്ന് വരും. ഇതൊക്കെ സംഭവിക്കും. ഹജ്ജിന് പോയതല്ലേ, യാ അല്ലാഹ് ഇങ്ങനെ പരീക്ഷണമോ, കൊണ്ടുപോയ മുത്തവ്വിഫനെ നമ്മൾ വഞ്ചിച്ചു പോയി ഇത് വരും. അങ്ങനെയൊക്കെ ടെന്റ് നമ്പർ വരെ കിട്ടിയ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ ടെന്റേ ഇല്ല അവിടെ. യാ അല്ലാഹ് ഫലാ റഫത്ത്, നീ ചൂടാവല്ലേ. വലാ ജിദാല വലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ആക്ഷേപം വേണ്ടേ, നാവ് സൂക്ഷിച്ചോ. ഇതിന് അല്ലാഹു ഹജ്ജിനെ പറ്റി പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ നാവ് സൂക്ഷിച്ചേക്കണം കേട്ടോ എന്ന് പറയാനുണ്ടായ അനുഭവം. ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ്, പെരുമാറ്റപരമായ വിഷയങ്ങൾ, മില്യൺ കണക്കിന് ആളുകളുടെ മില്യൺ കണക്കിന് സ്വഭാവങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലമാണ്. പലതും നമുക്ക് പിടിച്ചില്ല എന്ന് വരും, പക്ഷേ നാവിനെ സൂക്ഷിച്ചേക്കണം കേട്ടോ. അത് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നാട്ടിലേക്ക് എത്തിയാൽ നീ ഒന്നാം നമ്പർ ഹാജിയാണ്. എന്തേ? നിന്റെ വാക്കിൽ അനാവശ്യങ്ങൾ വരില്ല. ഇങ്ങനെ മെസ്സേജൊക്കെ ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്നുണ്ടോ? എന്താ ഡയലോഗുകൾ! സുബ്ഹാനല്ലാഹ്. ഹജ്ജ് കഴിഞ്ഞാൽ, ഉംറ കഴിഞ്ഞാൽ ഫലാ റഫഥ വലാ ഫുസൂഖ വലാ ജിദാൽ. പിന്നെ തർക്കം വേണ്ടേ, അനാവശ്യമായ വർത്തമാനങ്ങൾ വേണ്ടേ, അനാവശ്യമായ ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കല്ലേ. ഇത് പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു കുടുംബത്തിന്റെ ചരിത്രം ഇങ്ങനെ പഠിപ്പിച്ചിട്ട് നമ്മെ ശരിക്കും പ്യൂരിഫൈ ചെയ്തെടുക്കുക. ഇൻഷാ അല്ലാഹ് ആ ശുദ്ധി കൈവരുന്ന ആളെ സംബന്ധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖയൗമ വലദതുഹു ഉമ്മ പ്രസവിച്ച നാളത്തെ പരിശുദ്ധിയോടുകൂടെ അവർ തിരിച്ചു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ തിരിച്ചു വന്ന ആളോട് ഫഖതനിം, ആ ആളിൽ നിന്ന് നിങ്ങൾ മുതലെടുത്തേക്കണം കേട്ടോ. എന്തെന്നറിയോ? ഫഇന്ന ദഅവതഹു മുസ്തജാബ. അവർ ചെയ്യുന്ന ദുആഇന് നാട്ടിലെത്തിയാലും അല്ലാഹു ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കർമ്മങ്ങളും കുടുംബവുമായി ബന്ധിപ്പിച്ച് അല്ലാഹുവിനുള്ള സമർപ്പണം നമ്മെ ശുദ്ധീകരിക്കാൻ ഇത് പഠിപ്പിച്ചു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പഠിപ്പിച്ച പുണ്യകർമ്മങ്ങൾ മുഴുവൻ പഠിപ്പിച്ച ഹബീബിനെ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? മദീനയെ വരെ പോവുക. ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്? ആരാണ് ഹജ്ജ് പറഞ്ഞത്? ആരാണ് ഇഹ്റാം ചെയ്യാൻ പറഞ്ഞത്? ആരാണ് മഖാം ഇബ്രാഹിമിൽ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞത്? ആരാണ് സംസത്തിന്റെ കഥ പറഞ്ഞു തന്നത്? ആരാണ് ഹാജർ ബീവിയുടെ ചരിത്രം പറഞ്ഞു തന്നത്? ആരാ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും നമുക്ക് പരിചയപ്പെടുത്തിയത്? ആരാണ്? അഷ്റഫുൽ ഖൽഖല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന്റെ ഭാഗമായിട്ടല്ല മദീനയിലേക്ക് പോവേണ്ടത്. എന്തേ? ഹജ്ജ് വരെ വന്നു, എന്നെ സന്ദർശിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സന്ദർശിക്കാതെ വന്നാൽ ഫഖദ് ജഫാനി, നിങ്ങൾ എന്നോട് പിണങ്ങി എന്ന് ഞാൻ കരുതും കേട്ടോ എന്ന് നമ്മോട് സ്നേഹമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഹദീസ് ഇമാം ബൈഹഖി തങ്ങൾ സ്വഹീഹായി ഉദ്ധരിച്ച ഹദീസാണിത്. ഇങ്ങനെ എന്നെ സന്ദർശിക്കാതെ പോന്നാൽ നിങ്ങൾ എന്നോട് പിണങ്ങി എന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. ഒന്ന് സലാം പറഞ്ഞു പോന്നെ, വണ്ടിയില്ലേ, സൗകര്യങ്ങളില്ലേ, ഒന്ന് പോയിട്ട് വാ. മക്ക വരെ പോയില്ലേ, ഒരു ദിവസം 2 ദിവസം മാക്സിമം പോയി വരാൻ, ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ. അവിടെ റൗളയുണ്ട്, റൗളത്തും മിൻ റിയാദിൽ ജന്ന. മക്കയിൽ സ്വർഗമുണ്ട്, സ്വർഗത്തിന്റെ കഷ്ണമുണ്ട്, പരിശുദ്ധമായ ഹജറുൽ അസ്വദ്. യാഖൂതത്തും മിൻ യവാഖീതിൽ ജന്ന, സ്വർഗത്തിന്റെ പരിശുദ്ധമായ കല്ലുകളിൽപ്പെട്ട ഒരു കല്ലാണത്. മദീനയിലുണ്ടൊരു സ്വർഗത്തിന്റെ കഷ്ണം. മാ ബൈന ബൈതി വ മിംബരി, എന്റെ വീട്ടിൽ നിന്ന് ഖുത്ബ ഓതാൻ വരുന്ന മിംബറിന്റെ വരെ ഞാൻ നടന്നു വന്ന സ്ഥലം. റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ കഷ്ണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയുമുണ്ട് സ്വർഗത്തിന്റെ കഷ്ണം, മക്കയിലുമുണ്ട് സ്വർഗത്തിന്റെ കഷ്ണം. മക്കയിലുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരിശുദ്ധമായ കാല് പതിഞ്ഞ സ്ഥലം. സുബ്ഹാനല്ലാഹ്.
മദീനയിലുണ്ട്. അല്ലാമ ഖാദി ഇയാദ് റഹിമഹുല്ലാ ബിഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിം ലോകത്തിന് തിരിച്ചൊരഭിപ്രായമില്ലെന്ന് പറഞ്ഞ അഭിപ്രായം, അഫ്ളലു ബിഖാഇൽ അർളി, ലോകത്തെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്, തുർബത്തുൻ ദുമ്മ അളുമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കാൻ ഭാഗ്യമുണ്ടായ മണ്ണാണ് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഭവനം അത് കഅബയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ബൈത്ത് കഅബ, ശ്രേഷ്ഠമായ മണ്ണ് ഏതാ? മദീനയിലെ മണ്ണാണ്. ഒന്നവിടെ ചെന്ന് പോയി സലാം പറയും. തുഅറദു അലയ്യ സ്വലവാതുകും, നിങ്ങൾ എന്നോട് പറയുന്ന സ്വലാത്തുകൾ അല്ലാഹു എനിക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതിന് തന്നെ മാലാഖമാരുണ്ടെന്നാണ്. എന്തായിരിക്കും? ടെലിഫോൺ ടവറിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. 24 hour കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവർ, സാറ്റലൈറ്റുകൾ. അഷ്റഫുൽ ഖൽഖിന്റെ റൗളയിൽ മാലാഖമാർ സെക്കൻഡുകൾ, എന്ത് സെക്കൻഡ്, എങ്ങനെയാ പറയാ? മില്യൺ കണക്കിന് സ്വലാത്തുകൾ എത്തുകയല്ലേ ലോകത്തിന്റെ ഇതെല്ലാം എത്തിച്ചു കൊടുക്കാൻ മാലാഖമാർ അവിടെ ഉണ്ടെന്നും നിങ്ങളുടെ സലാമിന് ഞാൻ മറുപടി പറയാൻ അവിടെ ഉണ്ടെന്നും പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പോയി സന്ദർശിച്ചു വരിക. കടങ്ങണ്ട. ഇതൊക്കെ പഠിപ്പിച്ചത് ആരാ? ഈ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോടൊരു കർട്ടസി ഇല്ലേ, ഒരു സാമാന്യ മര്യാദ അല്ലേ? അത് മതി, അതൊന്ന് പാലിക്കാൻ. അതുകൊണ്ട് അള്ളാഹു നിർബന്ധം പറഞ്ഞില്ല. ഇതൊക്കെ മര്യാദ ഉള്ളവരില്ലാത്തവർ വേർതിരിച്ച് മനസ്സിലാവും, പോകുന്നവരും പോകാത്തവരെയും കണ്ടാൽ. മര്യാദ നന്ദികേടെന്ന് പറയില്ല സംഗതി. അതുകൊണ്ട് നിർബന്ധിക്കേണ്ട നബിയെ, അങ്ങയോട് സ്നേഹമുള്ളവരവിടെ എത്തും. എൻ്റെ ഹബീബിനെ സ്നേഹിച്ചോ എന്ന് അല്ലാഹു തആല പറയാ അല്ലേ? ആ ഹജ്ജ്, നബി തങ്ങളുടെ യാത്രയപ്പ്, ഉമ്മത്തിനോട് യാത്ര പറഞ്ഞത്. അവിടുത്തെ ഹജ്ജ് കഴിഞ്ഞ് 80 ദിവസമേ ജീവിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വഫാത്തിന്റെ ചരിത്ര സംഭവം നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. യാത്ര പറച്ചിലായിരുന്നത്, ഉമ്മത്തിനോട് യാത്ര പറയാൻ. ഞാൻ പോവാൻ, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫസ്മഉ മിന്നി, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി ഒരു പക്ഷേ ഇങ്ങനെ നിങ്ങളെ ഞാൻ കണ്ടുമുട്ടി എന്ന് വരില്ല. അപ്പോഴേക്കും തുടങ്ങിയില്ലേ സ്വഹാബത്തിന്റെ കരച്ചിൽ. 63 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 63 വയസ്സ്. ഇനി വിസടിക്കണ പ്രായമല്ലേ ഇതൊക്കെ? നമുക്ക് അങ്ങനെയല്ലേ കണക്കാക്കല്? പെട്ടെന്ന് വയസ്സായില്ലേ? അത് വിസ സ്റ്റാമ്പ് ചെയ്യുന്ന പ്രായമാണോ? കുഴപ്പമൊന്നുമില്ല. വിസടിക്കാത്ത പ്രായം എന്നാ പിന്നെ വയസ്സായി എന്ന് കൂട്ടാൻ. 63 വയസ്സിലെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ യാത്ര ചോദിക്കുക. 63 വയസ്സ്. He was young. 17 മുടികളെ നിരച്ചിട്ടുള്ളൂ, തലയിൽ നിന്നും താടിയിൽ നിന്നുമായിട്ട്. 17. ആലോചിച്ച് നോക്കണം. 63ാമത്തെ വയസ്സിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വയറ് വളരെ ഫ്ലാറ്റാണ്, കുടവയറുണ്ടായിട്ടില്ല, നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലാണ്. മദീനയിൽ നിന്ന് ഒട്ടകപ്പുറത്തും നടന്നും യാത്ര വന്നവരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര? 450 കിലോമീറ്റേഴ്സ്, ഈവൻ മോർ. മരുഭൂമിയിലെ ഇന്നത്തെ റബ്ബറൈസ് റോഡിലല്ല ആ യാത്ര. അതൊക്കെ മനസ്സിലാക്കണം. അതിനൊക്കെ കഴിഞ്ഞ നബിയാണ്. അവിടെ നിന്ന് യാത്ര ചോദിച്ചത് ഞാൻ ഇനി കണ്ടില്ല എന്ന് വരും. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂത പണ്ഡിതൻ വന്ന് ചോദിച്ചതാണ്, യാ ഉമർ ബിൻ ഖത്താബ്, നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇറങ്ങിയ ഒരു ആയത്ത്, ആ ആയത്ത് ഇറങ്ങിയ സമയം, ആ ഇറങ്ങിയ സ്ഥലം അത് ഞങ്ങൾക്കായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ ദിവസം പെരുന്നാളായി ആഘോഷിച്ചേനെ. ഏതാണ് ആയത്ത്? നിങ്ങളുടെ ഖുർആനിൽ ഇല്ലയോ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീന് ഞാൻ പൂർത്തിയാക്കി തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, മരിക്കുന്നവരെ കൊണ്ടു നടക്കാനുള്ള ആശയം ഇസ്ലാമാണെന്ന് നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. ഇത് അല്ലാഹു അവരുടെ തിരുറസൂലിന് അവതരിപ്പിച്ചു കൊടുത്ത ദിവസം. അത് ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളത് പെരുന്നാളാക്കിയേനെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഞങ്ങൾക്ക് പെരുന്നാളാണ്, അന്നൊരു വെള്ളിയാഴ്ചയുമാണ്, ഞങ്ങൾക്ക് 2 മധുരമാണെന്നുണ്ടായതെന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം അക്മൽതു ലക്കും വഅത്മംതു ലക്കും, അറബിയിൽ 2ന്റെ വാക്കിനർത്ഥം കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അക്മൽതു എന്ന് പറഞ്ഞാൽ ആ പൂർത്തീകരണത്തിൽ പിന്നെ ലാ യഖ്തദി സിയാദ, പിന്നെ അതിൽ കൂട്ടാൻ പറ്റില്ല, അതിൽ പിന്നെ ഏറെ ഉണ്ടാവില്ല. അത്മംതു എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി